अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु व अशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तकीम सिरातल लज़ीना अन्अमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। गुज़श्ता जुमे को കഴിഞ്ഞ ജുമഅയിൽ मैंने एक रवायत बयान ഞാനൊരു റിവായത്ത് കേൾപ്പിച്ചിരുന്നു. कि जंग अहज़ाब में അഹ്സാബ് യുദ്ധത്തിൽ एक दिन ऐसा आया ഒരു ദിവസം इसमें हज़रत सल्लल्लाहु अलैहि वसल्लम റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും जो नमाजें അദ്ദേഹത്തിന്റെ സഹാബത്തും लगातार 5 നേര നമസ്കാരവും ശത്രുക്കളുടെ അക്രമം കാരണമായി ആക്കി നമസ്കരിക്കുകയുണ്ടായി എന്ന് ഞാൻ അതിൽ പരാമർശിച്ചിരുന്നു. हमारे अरबी डेस्क के ഇത് സംബന്ധമായി साहब ने നമ്മുടെ അറബി ഡെസ്കിലെ നഈം സാഹിബ് एक हवाला ഹദ്രത്ത് മസീമദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഉദ്ധരണി എന്നെ കേൾപ്പിക്കുകയുണ്ടായി. ഈ റിവായത്തിനെ ആ ഉദ്ധരണി നിഷേധിക്കുന്നുണ്ട്. इरशाद के बाद ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ रहती ഉദ്ധരണിക്ക് ശേഷം മറ്റൊരു ചർച്ചയുടെയും ആവശ്യമില്ല. കാരണം അദ്ദേഹം ഈ കാലഘട്ടത്തിന്റെ ഇമാമാണ്. ചില റിവായത്തുകളെ സംബന്ധിച്ച് ഹസ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരിക്കുന്നത്, रोया में या कश्फ की हालत ഞാൻ ചില കശ്ഫുകളിലും ചില സ്വപ്നങ്ങളിലും ആ ഹദീസുകൾ ശരിയാണോ അല്ലയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്നും കേട്ടിട്ടുണ്ട്. कि ये रिवायत ഞാൻ പറഞ്ഞിരിക്കുന്ന റിവായത്ത് की थी ഹദീസുകളുടെ ചില ഗ്രന്ഥങ്ങളിലുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. नहीं थी। എന്നാൽ ഞാൻ പറഞ്ഞതുപോലെയല്ല സംഭവങ്ങൾ. और हदीस की ഹദീസുകളുടെ എല്ലാ ഗ്രന്ഥങ്ങളും इस पर ഇതിൽ ഏകകണ്ഠമായ അഭിപ്രായം രേഖപ്പെടുത്തുന്നുമില്ല. वो 5 नमाजों की नहीं ചില ഹദീസുകളിൽ 5 നേര നമസ്കാരങ്ങൾ ജമാക്കിയെന്നുണ്ട്. എന്നാൽ ചില ഹദീസുകളിൽ 4 നമസ്കാരങ്ങൾ ജമാക്കി എന്നാണുള്ളത്. ഇതിലും അഭിപ്രായ ഭിന്നതയുണ്ട്. और ज्यादा मोतबर यही है कि അസർ നമസ്കാരം മാത്രമാണ് മഗ്രിബിനോടൊപ്പം നമസ്കരിച്ചത് എന്നും അതല്ലെങ്കിൽ ഇടുങ്ങിയ സമയത്തിൽ നമസ്കരിച്ചു എന്നും ഹദീസിൽ കാണുന്നുണ്ട്. इस बारे में ഇത് സംബന്ധമായി इल्म की खातिर നിങ്ങളുടെ അറിവിലേക്കായി ചില റിവായത്തുകൾ ഞാൻ കേൾപ്പിക്കുകയാണ്. ചിലർക്ക് ഇത് കേൾക്കാനുള്ള താല്പര്യവും ഉണ്ടായിരിക്കും. 4 नमाजों को जमा करने का सवाल 4 നമസ്കാരങ്ങൾ ജമാക്കുന്നതിനെ സംബന്ധിച്ച് सुनन तिरमिज़ी की रिवायत സുനൻ തിർമിദിയിലുള്ള ഒരു റിവായത്ത് और वो हदीस ഞാൻ കേൾപ്പിക്കാം. इस तरह है जिसका तर्जुमा ये है ആ ഹദീസിന്റെ തർജ്ജമ ഇപ്രകാരമാണ്. उबैदा बिन अब्दुल्ला बिन അബൂ ഉബൈദ ബിൻ അബ്ദുല്ലാഹി ബിൻ മസൂദ് करते हैं റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, खुद ने फरमाया അബ്ദുല്ലാഹി ബിൻ മസൂദ് പറയുകയുണ്ടായി, മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം खंदक के रोज തിരുമേനിയെ ഖന്തക്ക് യുദ്ധത്തിൽ
4 നമസ്കാരങ്ങളിൽ നിന്നും തടഞ്ഞു വെക്കുകയുണ്ടായി. हिस्सा चला गया। അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ച അത്രയും രാത്രിയുടെ ആ സമയം നീണ്ടുപോയി. अल्लाह अन्हो को इरशाद फरमाया, തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹുവിന് ബാങ്ക് കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ബാങ്ക് കൊടുത്തു. റസൂൽ തിരുമേനി പിന്നീട് ഇഖാമത്ത് तो आपने असर की നൽകാൻ പറഞ്ഞു. അങ്ങനെ ലോഹർ നമസ്കരിച്ചു. വീണ്ടും ഇഖാമത്ത് നൽകാൻ പറഞ്ഞു. അസർ നമസ്കരിച്ചു. പിന്നീട് ഇഖാമത്ത് നൽകി. മഗ്രിബ് നമസ്കരിച്ചു. वसल्लम ने തുടർന്ന് ഇഖാമത്ത് നൽകി ഇശാ നമസ്കാരം അനുഷ്ഠിച്ചു. सुनन तिरमिज़ी की किताबुस सलात തിർമിദിയിലെ കിതാബ് സലാത്തിലാണ് मैंने कहा, ഈ ഹദീസ് ഉള്ളത്. बैकी ने भी इस रवायत ഇതേപോലെ ബൈഹക്കിയും ഇത് എടുത്ത് കൊടുത്തിട്ടുണ്ട്. रुश्द സൗദി അറേബ്യയിലെ മക്തബത്തുർ റുഷ്ദ് 2004 में शाया की थी। 2004 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലും ഇത് കാണാവുന്നതാണ്. എന്നാൽ സഹീ മുസ്ലിമും बुखारी, मुस्लिम और സഹീ ബുഖാരി, दाऊद में സുനൻ അബൂ ദാവൂദ് हज़रत अली के हवाले से ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തതായിക്കൊണ്ട് അതിലെടുത്ത് പറയുന്നത് ഇപ്രകാരമാണ്: हज़रत अली रज़ियल्लाहु अन्हु फरमाया, ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, रसूलुल्लाह ഖന്തക്ക് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അല്ലാഹു തആല അവരുടെ വീടുകളും അവരുടെ ഖബറുകളും തീ കൊണ്ട് നിറക്കുമാറാകട്ടെ. സലാത്തെ വുസ്തയിൽ നിന്നും അവർ നമ്മളെ തടയുകയുണ്ടായി. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു. असर थी। ഈ സലാത്തെ വുസ്ത എന്ന് പറഞ്ഞാൽ അസ്ർ നമസ്കാരമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് कि आ हज़रत सल्लल्लाहु अलैहि वसल्लम റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ने किया നമസ്കാരങ്ങൾ നഷ്ടപ്പെടുന്നതിൽ വളരെയധികം വിഷമിച്ചിരുന്നു. दुश्मन को ശത്രുക്കൾക്ക് വേണ്ടി ശാപ പ്രാർത്ഥന പോലും ഇത് മുഖേന നടത്തുകയുണ്ടായി. ഇവിടെ ഇപ്പോൾ ഒരു നമസ്കാരമാണ് ഉപേക്ഷിച്ചത്, करना भी आपको बर्दाश्त ഒരു നമസ്കാരമാണ് സമയം തെറ്റിയത് എന്ന് കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം അതിന് പ്രാധാന്യം നൽകി എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. सही बुखारी ഇത് സംബന്ധമായി സഹീഹ് ബുഖാരിയിൽ വന്നിരിക്കുന്ന ഒരു റിവായത്ത് ഹദ്റത്ത് ജാബിർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു. ഹദ്റത്ത് ഉമർ ബിൻ ഖത്താബ് रज़ियल्लाहु ताला अन्हो खंदक റളിയല്ലാഹു തആല അൻഹു ഖന്തക്ക് യുദ്ധത്തിൽ സൂര്യൻ അസ്തമിച്ചപ്പോഴാണ് വന്നത്. भला कहने लगे, കുഫാറെ ഖുറൈശികളെ വളരെ മോശമായി അദ്ദേഹം പറയാൻ തുടങ്ങി. ഇപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് അസർ നമസ്കാരം കിട്ടിയിട്ടില്ല അള്ളാഹുവിന്റെ റസൂലെ, സൂര്യൻ ഇത് അസ്തമിക്കാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, मैंने भी അള്ളാഹുവാണ് സത്യം, ഞാനും നമസ്കരിച്ചിട്ടില്ല. അപ്പോൾ ഉടനെ ഞങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് नमाज റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളും वजू किया। വുളു ചെയ്ത് നമസ്കാരത്തിനായി. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസർ നമസ്കരിച്ചു. मगरिब की नमाज पढ़ी। അതിനുശേഷം മഗ്രിബ് നമസ്കരിക്കുകയും ചെയ്തു. अल्लामा इब्न हजर അല്ലാമ ഇബ്നു ഹജർ അസ്ഖലാനി फतहुल बारी में അദ്ദേഹം ബുഖാരിയുടെ ഷർഹായ ഫതഹുൽ ബാരിയിൽ എഴുതുന്നു, ഇബ്നു അറബി ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ये करीम सल्लल्लाहु നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് തടയപ്പെട്ട നമസ്കാരം ഒരൊറ്റ നമസ്കാരമായിരുന്നു, അത് അസർ നമസ്കാരമായിരുന്നു. नमाज की अदायगी ഈ നമസ്കാരം की गई थी जब मगरिब की नमाज को മഗ്രിബ് നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞപ്പോഴാണ് നമസ്കരിച്ചത്. അതല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചതിന്റെ അവസാനത്തെ സമയത്ത് शरा सही। അനുഷ്ഠിക്കുകയുണ്ടായി. ഫതഹുൽ ബാരി ഷർഹ് സഹീഹ് ബുഖാരി. अब हज़रत मसीह मौद अलैहिस्सलाम ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം इस पर तफसील से रोशनी डाली है। ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വിവരിക്കാം. ഒരു ക്രിസ്തീയ പാതിരി ഫതഹ് മസീഹ് സാഹിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ വളരെയധികം ആക്ഷേപിക്കുകയുണ്ടായി. बड़ा गंदा खत വളരെ മോശമായ ഒരു കത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അയച്ചു കൊടുത്തു. इसका जवाब ഇതിനുള്ള മറുപടിയായി नूरुल कुरान നൂറുൽ ഖുർആൻ हिस्सा 2 में രണ്ടാം ഭാഗത്ത് ഇതിന് മറുപടി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയിട്ടുണ്ട്. उनके जवाब വിവിധ ആക്ഷേപങ്ങൾക്കുള്ള മറുപടി അതിലുണ്ട്. അതിലുള്ള ഒരു ആക്ഷേപം आ हज़रत सल्लल्लाहु अलैहि वसल्लम ने റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 नमाजें नहीं पढ़ी एक दिन। 4 നമസ്കാരം ഉപേക്ഷിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. मसीह अलैहिस्सलाम ഇതിനെ സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയിരിക്കുന്ന മറുപടി അതിൽ ഇപ്രകാരമാണ്. आप फरमाते हैं, അദ്ദേഹം പറയുന്നു, फतेह मसीह को मुखातिब कर, ഫതഹ് മസീഹിനെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ ഈ ഷൈത്താനി വസ്വസ, ये शैतान അതായത് ഫതഹ് മസീഹിന്റെ ഈ ദുർബോധനം के वक्त
ഖന്തക്ക് കുഴിക്കുമ്പോൾ, കിടങ്ങ് കുഴിക്കുമ്പോൾ 4 നമസ്കാരവും ഖലാ ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അറിവ് എത്രമാത്രമുണ്ട് എന്നുള്ളതാണ്. ഖലാ എന്ന വാക്കാണ് നിങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഖലാ എന്ന് പറഞ്ഞാൽ നമസ്കാരം അനുഷ്ഠിച്ചു വീട്ടുന്നതിനാണ് പറയുക. നമസ്കാരം ഉപേക്ഷിക്കുന്നതിന് ഖലാ എന്ന് പറയാറില്ല. ആരെങ്കിലും നമസ്കാരം ഉപേക്ഷിച്ചു കളഞ്ഞാൽ അതിന് ഉറുദുവിൽ പറയാറുള്ള വാക്ക് ഫൗത്ത് എന്നുള്ളതാണ്, നമസ്കാരം മരിച്ചുപോയി എന്ന്. അതുകൊണ്ടാണ് 5000 രൂപയുടെ സമ്മാനം ഞാൻ പ്രഖ്യാപിച്ചത്. ഖലാ എന്നുള്ള വാക്കിന്റെ അർത്ഥം പോലും അറിയാത്ത വിഡ്ഢികളായിരിക്കുന്ന പലരും ഇസ്ലാമിനെതിരിൽ ആക്ഷേപം ഉന്നയിക്കുന്നു. अमूमन हमारे यहाँ भी बाज़ लोगों ഇത് സംബന്ധമായി പൊതുവിൽ നമ്മുടെ അടുത്തും ചിലർക്ക് അറിയാറില്ല. അവർ മനസ്സിലാക്കുന്നത് ഖലാ എന്ന് പറഞ്ഞാൽ നമസ്കാരം പാഴായിപ്പോയി എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഖലാ എന്ന് പറഞ്ഞാൽ നമസ്കാരം കുറച്ച് സമയത്തിന് ശേഷം അത് നമസ്കരിച്ചു വീട്ടി എന്നുള്ളതിന് വേണ്ടിയാണ് ഖലാ എന്ന വാക്ക് ഉപയോഗിക്കുക. പറയുന്നു, ആർക്കാണോ ഓരോ വാക്കും അതിന്റെ ഉചിതമായ സ്ഥാനത്ത് പ്രയോഗിക്കാൻ കഴിയാത്തത് അവര് അങ്ങനെയുള്ള വിഡ്ഢികൾക്ക് ഈ ആത്മജ്ഞാനത്തിന്റെ അഗതി നിഗൂഢമായിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ആക്ഷേപിക്കാനുള്ള എന്ത് അവകാശമാണുള്ളത്? അതായത് വളരെ ആത്മജ്ഞാനത്തിൽ അന്തർലീനമായിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ആക്ഷേപിക്കാൻ ഇവർക്ക് എന്ത് അവകാശം? കിടങ്ങു കുഴിക്കുമ്പോൾ 4 നമസ്കാരങ്ങൾ ഉപേക്ഷിച്ചു എന്നുള്ളത് ഇത് വിഡ്ഢിത്തമാണ്. കാരണം അള്ളാഹു പറയുന്നു, ദീനിനെ സംബന്ധിച്ച് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ്. മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും അള്ളാഹു മതത്തിൽ വെച്ചിട്ടില്ല. അതുകൊണ്ട് പ്രയാസമുള്ള സമയങ്ങളിൽ നമസ്കാരം ജംആക്കാനും കെസ്റാക്കാനുമുള്ള അനുവാദം അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു സഹിയായ ഹദീസിലും 4 നമസ്കാരം ജമ്മാക്കി നമസ്കരിച്ചു എന്ന് പറയപ്പെട്ടിട്ടില്ല. बल्कि फतहुल बारी शरह सही ഫതഹുൽ ബാരി ഷറഹ് സഹീൽ ബുഖാരിൽ എഴുതിയിട്ടുള്ളത് कि एक नमाज അവിടെ നടന്ന സംഭവം ഇപ്രകാരം വിവരിക്കുന്നു. ഒരു നമസ്കാരം, അതായത് അസ്ർ നമസ്കാരം, നിത്യവും അനുഷ്ഠിക്കുന്ന സമയത്തെക്കാളും വളരെ വൈകിയാണ് അനുഷ്ഠിച്ചത്. ഇന്ന് നിങ്ങൾ എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഇരുത്തിക്കൊണ്ട് ചോദിക്കുമായിരുന്നു, ഇത് മുത്തഫിക്കായ ഹദീസുകളാണോ? 4 നമസ്കാരവും ഫൗത്തായി എന്നുള്ളത് മുത്തഫിക്കായിരിക്കുന്ന ഹദീസാണോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നമസ്കരിച്ചിട്ടേ ഇല്ല എന്ന ഹദീസുകളിലുണ്ടോ? ഇനി 4 നമസ്കാരമാണെങ്കിൽ ഷറഹ് അനുസരിച്ചിട്ട് അതും ജമ്മാക്കാവുന്നതാണ്. ലോഹറും അസറും അതേപോലെ തന്നെ മഗ്രിബും ഇഷായും. ഒരു ലഈഫായിരിക്കുന്ന റിവായത്തിലുള്ളത് ലോഹറും അസറും മഗ്രിബും ഇഷായും ഒരുമിച്ച് നമസ്കരിച്ചു എന്നുണ്ട്. എന്നാൽ മറ്റു സഹിയായിരിക്കുന്ന ഹദീസുകൾ ഇതിനെ നിഷേധിക്കുന്നു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് അസർ നമസ്കാരം അവസാന നിമിഷത്തിൽ അനുഷ്ഠിച്ചു എന്നുള്ളതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ വ്യക്തമായ സാക്ഷ്യം നൽകിയതിനു ശേഷം 4 നേരം നമസ്കാരം ജമ്മാക്കി നമസ്കരിച്ചു എന്നുള്ള റിവായത്തും തെറ്റാണ്. അസർ നമസ്കാരം മാത്രമാണ് നമസ്കരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഇതിലും വളരെയധികം വിഷമം ഉണ്ടായിരുന്നു. മാത്രമല്ല ശത്രുക്കൾക്ക് വേണ്ടി ശാപപ്രാർത്ഥന നടത്തി ഞങ്ങളെ നമസ്കാരം നഷ്ടപ്പെടുത്തി എന്ന് പോലും റസൂൽ തിരുമേനി പറയുകയുണ്ടായി. पढ़ने का जो मैंने पढ़ी ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ ഓതിയ ഹദീസ് കേൾപ്പിച്ചപ്പോൾ ഇതിൽ തെറ്റായി വന്നെങ്കിലും ചില പ്രയോജനം ഇത് മുഖേന നമുക്കുണ്ട്. നമ്മുടെ സാഹിത്യങ്ങളിൽ ഇത് തെറ്റായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ സാധിക്കുന്നതാണ്. ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ്, സാഹിബ്സാദ മിർസ ബഷീർ അഹമ്മദ് സാഹിബ് MA അദ്ദേഹം എഴുതിയ സീറത്ത് ഖാത്തബുൻ നബിയീനിൽ सही रंग में बयान हुई അതിൽ ശരിയായ രീതിയിൽ തന്നെയാണ് വിവരിക്കപ്പെട്ടിട്ടുള്ളത്. വില്യം മ്യൂറിന്റെ വാക്കുകൾ അദ്ദേഹം അതിലെടുത്തു കൊടുത്തിട്ടുണ്ട്. അതിൽ 4 നേര നമസ്കാരങ്ങൾ ജമ്മാക്കുന്നതിനെ സംബന്ധിച്ചാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം വില്യം മ്യൂറിന്റെ ഈ പ്രസ്താവനയെ നിഷേധിക്കുകയുണ്ടായി, ശരിയല്ല എന്ന് പറയുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അസ്ർ നമസ്കാരം മാത്രമാണ് ജമ്മാക്കി നമസ്കരിച്ചത് എന്നാണ്. അതേപോലെ തന്നെ ആ സമയത്ത് അസർ നമസ്കാരം അനുഷ്ഠിച്ചു എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. एक और जगह तस्लीहत मसीह राबे ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല 1987 മെയ് 23-ാം തീയതി നൽകിയ ഖുത്ബയിൽ 5 നമസ്കാരങ്ങൾ ജമ്മാക്കി നമസ്കരിച്ചതായി പരാമർശിച്ചിട്ടുണ്ട്. मुस्नद अहमद बिन हंबल का हवाले മുസ്നദ് അഹമ്മദ് ഹംബലിന്റെ के हवाले से, लेकिन ताहिर फाउंडेशन है ഉദ്ധരണി അതിൽ കൊടുത്തിട്ടുണ്ട്. താഹിർ ഫൗണ്ടേഷൻ ഈ ഖുത്ബകളെല്ലാം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബുഖാരി കിതാബുൽ മഗാസി എന്നുള്ള बुखारी में ഉദ്ധരണിയാണ് അതിൽ എഴുതിയിട്ടുള്ളത്. इस किताब എന്നാൽ ബുഖാരിയിൽ കിതാബുൽ മഗാസിയുടെ താഴെ ഈ ഹദീസ് ഇല്ല, ഇത് പറയപ്പെട്ട രീതിയിലില്ല.
ഞാൻ പൊതുവിൽ इससे देखने की कोशिश करता हूँ। ഹദീസുകൾ അതിന്റെ യഥാർത്ഥ പുസ്തകത്തിൽ നോക്കാർ ഉള്ളതാണ്. എന്നാൽ ഈ ഹദീസിന്റെ ഉദ്ധരണി ഇവിടെ കണ്ടപ്പോൾ, ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ ഖുത്ബയിൽ ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ അതിന് പ്രത്യേകമായി ചെക്ക് ചെയ്തില്ല. മാത്രമല്ല അതിന്റെ ഉദ്ധരണി എവിടെ നിന്നാണ് എടുത്തത് എന്നുള്ളതും താഴെ കൊടുത്തിരുന്നു. ഏതായാലും അത് തെറ്റുപറ്റിപ്പോയതാണ്. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ ഈ തെറ്റിനും കുറെ ഗുണങ്ങൾ നമുക്കുണ്ടായി. ഒന്ന്, നമ്മുടെ ലിറ്ററേച്ചറുകളിൽ എവിടെയെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ശരിപ്പെടുത്താൻ സാധിക്കും. മറ്റൊന്ന്, എനിക്കും ചിലപ്പോൾ ഞാൻ വല്ല ഉദ്ധരണിയും എടുക്കുമ്പോൾ അത് പൂർണ്ണമായി ചെക്ക് ചെയ്യണം എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടി ഇവിടെ നൽകുന്നുണ്ട്. മറ്റൊന്ന്, നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഖുത്ബകളും പ്രസംഗങ്ങളും അവർ പ്രസിദ്ധീകരിക്കുമ്പോൾ മുമ്പുള്ള ഖലീഫമാരുടേത്, അപ്പോൾ അതിന്റെ യഥാർത്ഥ ഉദ്ധരണി നിങ്ങൾ നോക്കണം. അതോടൊപ്പം തന്നെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് സംബന്ധമായി വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും തീർച്ചയായും നോക്കേണ്ടതാണ്. കാലത്തിന്റെ ഖലീഫയുടെ വാക്കുകൾ മറ്റാരും തന്നെ ശരിയാക്കുകയില്ല എന്നുള്ളത് ശരിയാണ്. അത് കാലത്തിന്റെ ഖലീഫയോട് തന്നെ നേരിട്ട് ചോദിക്കേണ്ടതാണ്. മുമ്പുള്ള ഖലീഫമാരുടെ വല്ലതും ഇങ്ങനെയുള്ളതുണ്ടെങ്കിൽ ഹദീസുകളെ സംബന്ധിച്ചോ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥത്തെ സംബന്ധിച്ചോ ഉദ്ധരണി വല്ല തെറ്റും വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കേണ്ടതാണ്. പക്ഷേ കാലത്തിന്റെ ഖലീഫയോട് ചോദിച്ചായിരിക്കണം അത് ശരിയാക്കേണ്ടത്. താഹിർ ഫൗണ്ടേഷനിലെ ആളുകൾ 1987 വന്നിരിക്കുന്ന ഈ ഖുത്ബയിൽ 5 നേര നമസ്കാരം ജമ്മാക്കി എന്നുള്ളത് വന്നിട്ടുണ്ട്. അത് ശരിയാക്കേണ്ടതായിരുന്നു അവരും. ഇനി അടുത്ത എഡിഷനിൽ അത് തിരുത്തേണ്ടതാണ്. പക്ഷെ എങ്ങനെ തിരുത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ എനിക്ക് എഴുതി എന്നോട് ചോദിക്കേണ്ടതാണ്. അപ്പോൾ വേണ്ട നിർദ്ദേശങ്ങൾ ഞാൻ അവർക്ക് നൽകുന്നതാണ്, എങ്ങനെയാണ് അത് ശരിയാക്കേണ്ടത് എന്ന്. ഭാവിയിലും ഇത് തന്നെയായിരിക്കും നമ്മുടെ രീതി. മുമ്പുള്ള ഖലീഫമാരുടെ വല്ല തെറ്റായ റിവായത്തും വന്നിട്ടുണ്ടെങ്കിൽ അത് കാലത്തിന്റെ ഇമാമിന്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് അവർ തിരുത്തപ്പെടുന്നതാണ്. പക്ഷേ യാതൊരു അന്വേഷണവും കൂടാതെ അതേപോലെ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്. കാരണം മറ്റു റിവായത്തുകൾ വ്യക്തമായി ഉണ്ടായിരിക്കെ, ചില റിവായത്തുകൾ സംശയാസ്പദമായിരിക്കെ, അതോടൊപ്പം തന്നെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് വ്യക്തമായ നിർദ്ദേശം ഉണ്ടായിരിക്കെ അത് അങ്ങനെ തന്നെ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് ശരിയായ രീതിയല്ല. പൂർണ്ണമായും ഗവേഷണം നടത്തേണ്ടതാണ്. ഏതായിരുന്നാലും ഈ ഒരു വിശദീകരണം ഞാൻ നൽകണമെന്ന് ആഗ്രഹിച്ചതാണ്. ഇതുകൊണ്ട് എല്ലാവർക്കും ഒരു ഫലമുണ്ടായി. സംഭവങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വന്നു. അതേപോലെ തന്നെ വൈജ്ഞാനികപരമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വരികയുണ്ടായി. അതിന്റെയും അതോടൊപ്പം തന്നെ ചില വൈജ്ഞാനികമായ അറിവുകളും നമ്മുടെ മുമ്പാകെ വന്നു. നമ്മുടെ സംഘടനാപരമായ ചില കാര്യങ്ങളും ഇതിൽ വരികയുണ്ടായി. ഇതിനുശേഷം ഞാൻ ഏതൊരു വിഷയത്തിലേക്കാണ് വരാൻ ആഗ്രഹിക്കുന്നത്, അത് കഴിഞ്ഞ ആഴ്ച വഫാത്തായ ചില മഹൽ വ്യക്തിത്വങ്ങളുടെ സ്മരണകളാണ്. അതിൽ ഒന്നാമത്തേത് കഴിഞ്ഞ ആഴ്ച ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൾ സാഹിബ്സാദി അമത്തുൻ നസീർ സാഹിബ എന്റെ എളാമ കൂടിയാണ്. അവർ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വഫാത്ത് സമയത്ത് അവരുടെ വയസ്സ് 82 ആയിരുന്നു. മാഷാ അല്ലാഹ്, അവസാന നിമിഷം വരെ നല്ല ആക്റ്റീവായിരുന്നു. 3-4 ദിവസം മുമ്പ് ഹൃദയത്തിന് അസ്വസ്ഥതയുണ്ടായി. ഹോസ്പിറ്റലിൽ പ്രവേശിച്ചു. ഡോക്ടർ നൂറി സാഹിബ് ചികിത്സിച്ചു. എൻജിയോപ്ലാസ്റ്റി എല്ലാം ചെയ്തു. 1-2 പ്രാവശ്യം വീണ്ടും ചെയ്യുകയുണ്ടായി. ശരിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അത് അവരുടെ ജീവൻ അവസാനിപ്പിച്ചു. ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ മൗലയുടെ അടുത്ത് ഹാജരായി. പ്രസന്നവതയും മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ബാഹ്യമായ സാമ്പത്തിക സഹായവും അവർ ചെയ്തിരുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുക എന്നുള്ളവരുടെ പ്രത്യേകമായ ഒരു ഗുണമായിരുന്നു. പല അനുശോചന കത്തുകളും എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ കുറിച്ച് നേരിട്ട് അറിയുന്ന എല്ലാവരും എഴുതിയത് ഈ ചില ഗുണങ്ങളാണ്. മറ്റുള്ളവരുടെ വികാരങ്ങളും വിചാരങ്ങളും മാനിക്കുകയും അതിനെ പൂർണ്ണമായും പരിഗണിക്കുകയും ചെയ്യുന്ന ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. ഞങ്ങളുടെ ഇളയമയുടെ പദവി അല്ലാഹു ഉയർത്തുമാറാകട്ടെ. തന്റെ പ്രിയരുടെ അടുത്ത് സ്ഥാനം നൽകുമാറാകട്ടെ. 1929 ഏപ്രിലാണ് ജനിച്ചത്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിന്റെ 3ാമത്തെ ഭാര്യ സാറ ബീഗം സാഹിബയാണ് ഇവരുടെ ഉമ്മ.
അവരുടെ ഉമ്മയുടെ വഫാത്ത് നടന്നപ്പോൾ तो സാഹിബ്സാദി അമത്തുൻ നസീർ ബേഗം സാഹിബയുടെ വയസ്സ് 3.5 വയസ്സായിരുന്നു. आपके बचपन के जज्बात और एहसासात का नक्शा ആ ചെറുപ്പകാലത്തുള്ള വിചാര വികാരങ്ങളെ സംബന്ധിച്ച് एक मजमून में അതിലത്തെ ഖലീഫത്തുൽ മസീഹ് സാനി തന്റെ ഒരു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ മനുഷ്യൻ नहीं रहता. വികാരഭരിതനായിത്തീരുന്നു. मैं बड़ा कंट्रोल रखता हूँ अपने आप पे, कम से कम എന്നെ സ്വയം നിയന്ത്രിക്കുന്നവനാണ്. ഞാൻ ഒറ്റക്ക് വായിക്കുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയാത്തൊരവസ്ഥയാണ് വന്നു പോകുന്നത്. कुछ हिस्से അതിന്റെ ചില ഭാഗങ്ങൾ ഇവരുടെ ഈ ചെറുപ്പത്തിലുള്ള ഉന്നത സ്വഭാവ ഗുണത്തെ പ്രകടിപ്പിക്കുന്ന ആ ഭാഗങ്ങൾ ഞാൻ കേൾപ്പിക്കുന്നതാണ്. इसमें भी बड़े ഇതിലും हैं. ഓരോരുത്തർക്കും വലിയ പാഠം ഉണ്ട്. जैसा कि मैंने कहा ഞാൻ പറഞ്ഞതുപോലെ कि इनकी उम्र सिर्फ 3.5 साल 3.5 വയസ്സായപ്പോഴാണ് ഇവരുടെ ഉമ്മ വഫാത്തായത്. എന്നാൽ ചെറുപ്പത്തിൽ തന്നെ നല്ലൊരു മാതൃക അവർ നിലനാട്ടുകയുണ്ടായി. और वो उस मजमून में उसकी ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു അത് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിലെ 1-2 കാര്യങ്ങൾ മാത്രമേ ഞാൻ കേൾപ്പിക്കുകയുള്ളൂ. और फिर जब मजमून को इंसान पढ़ रहा ഈ ഒരു വിഷയം ഒരു വൈകാരികമായി മനുഷ്യൻ വായിക്കുമ്പോൾ मौके की ആ സന്ദർഭം मुसीसानी അതോടൊപ്പം തന്നെ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുയുടെ വിവരണം കൂടിയാകുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് ഉണ്ടായിത്തീരുക. ഞാൻ പറഞ്ഞതുപോലെ ഏതായിരുന്നാലും एक मजमून में कुछ हिस्सा അതിന്റെ ചില ഭാഗങ്ങൾ ഞാൻ കേൾപ്പിക്കുന്നതാണ്. ചുരുക്കത്തിൽ ഞാൻ ആദ്യമായി सीरत के ഇവരുടെ സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ച് लोगों ने വിവിധ ആളുകൾ വിവരിച്ചത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. मेरी वालदा എന്റെ ഉമ്മ പറയാറുണ്ടായിരുന്നു, ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു നമ്മുടെ ഇളയമ്മക്ക് അവരുടെ ഉമ്മയുടെ വഫാത്തിന് ശേഷം ഹദ്റത്ത് ഉമ്മ നാസർ റളിയല്ലാഹു തആല അൻഹയെയാണ് ഏൽപ്പിച്ചിരുന്നത്. मुस्लिम माऊद ഹദ്റത്ത് മുസ്ലിം മൗദ് ഖലീഫത്തുൽ മസീഹ് സാനി ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. मुसीसानी ने ഖലീഫത്തുൽ മസീഹ് സാനി मेरी ആ സമയത്ത് എന്റെ ഉമ്മയോട് ഉപദേശിച്ചിരുന്നത് इनका ख्याल रखना. ഇവരെ നല്ലതുപോലെ നോക്കണമെന്നായിരുന്നു. मेरी वालदा इनसे तकरीबन എന്റെ ഉമ്മ 19 വയസ്സ് കൂടുതൽ പ്രായത്തിലായിരുന്നു. എന്നാലും മകളെ പോലെയാണ് നോക്കിയിരുന്നത്. എന്റെ ഉമ്മയുടെ വിവാഹം നടന്നപ്പോൾ എന്റെ ഇളാമക്ക് 8-9 വയസ്സായിരുന്നു പ്രായം. तो जब मेरी എന്റെ ഉമ്മയെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ शुरू कर दी कि मैं എന്റെ ഇളാമ കരയാൻ തുടങ്ങി. ബാജിജാന്റെ കൂടെ എനിക്കും പോകണം, ഞാനും കൂടെ പോകുമെന്ന് നിർബന്ധിക്കുകയുണ്ടായി. लेकिन അപ്പോൾ മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. बचपन से दिखाती നിശബ്ദയായെങ്കിലും ആ ക്ഷമയും സഹനവും ചെറുപ്പത്തിലേ കാണിച്ചത് അത് തന്നെ പ്രകടമാക്കുകയുണ്ടായി. फिर बाद में अम्मा വളരെ ദുഃഖിതയായിരുന്നു അവര്. പിന്നീട് അമ്മാജാൻ ഉമ്മുൽ മുഅ്മിനീന്റെ അടുത്ത് അവര് താമസിച്ചു. रज़ी अल्लाह अन्हो ने ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു റബുവയിൽ തന്റെ കുട്ടികൾക്ക് വേണ്ടി വീടുണ്ടാക്കി കൊടുത്തിരുന്നു. എളാമക്കും അതേപോലെ തന്നെ എന്റെ ഉമ്മാക്കും നൽകിയ വീട് അടുത്തടുത്തായിരുന്നു. ആ വീടിന്റെ രൂപഭാവങ്ങൾ മാറ്റാടുത്തിടത്തോളം കാലം അത് പിന്നീട് അത് വികസിപ്പിക്കുകയുണ്ടായി. അതിനു മുമ്പേ വരെ അവരുടെ വീട്ടിന്റെ നടുവിൽ ഒരു വാതിലുണ്ടായിരുന്നു. ആ വാതിലിന്റെ ഉള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് പോകാൻ സാധിക്കുമായിരുന്നു. വളരെ ഫ്രീ ആയിട്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരുന്നത്. ഞാൻ ഇളയമയെ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖഭാവത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി മുലാഖാത്ത് നടത്തുന്നവരായിട്ടാണ് കണ്ടത്. വലിയവരെയും ചെറിയവരെയും എല്ലാം തന്നെ വീട്ടിൽ സ്വീകരിക്കുമായിരുന്നു. അതിഥി സൽക്കാരം വളരെ കൂടുതലായിരുന്നു. പാവപ്പെട്ടവരായാലും ധനവാന്മാരായാലും വലിയവരായാലും ചെറിയവരായാലും ആര് വീട്ടിൽ വന്നാലും അവരെ ആദരിച്ചിരുന്നു. പീർ മൊഹീനുദ്ദീൻ സാഹിബ് ആണ് ഇവരുടെ ഭർത്താവ്. പീർ അക്ബരി സാഹിബിന്റെ മകനാണ് അദ്ദേഹം. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അധികം പേരും അനഹമ്മദികളായിരുന്നു. എന്നാൽ ഇളയമ്മ അവരോടും വളരെ നല്ല ബന്ധത്തിലായിരുന്നു. പീർ മുഈനുദ്ദീൻ സാഹിബിന്റെ സഹോദരപുത്രൻ പറയുകയുണ്ടായി, ഞങ്ങളുടെ അമ്മായി ഞങ്ങളുടെ കുടുംബക്കാരോടും വളരെ നല്ല രീതിയിലാണ് ബന്ധപ്പെട്ടിരുന്നത്. ഇവരെല്ലാവരും തന്നെ ഇവരെ ആദരിച്ചിരുന്നു. സ്നേഹത്തോടു കൂടിയാണ് ഇവരെ ഓർത്തിരുന്നത്. ഈ സ്നേഹത്തിന്റെ
ഈ സ്വഭാവം മറ്റുള്ളവരെയും നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് കാരണമായി തീരട്ടെ. അങ്ങനെ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർക്ക് അംഗീകരിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. अपने भांजे भांजियों भतीजे भतीजियों से സഹോദരന്റെ മക്കളോടും സഹോദരിയുടെ മക്കളോടും വളരെയധികം സ്നേഹത്തിലാണ് വർത്തിച്ചിരുന്നത്. से राजदारी भी कर लेते थे. പല കാര്യങ്ങളും ഇവരുമായി സംവദിക്കാറുണ്ടായിരുന്നു. इसी बेतकल्फी की वजह से ഇങ്ങനെ വളരെ ഫ്രീ ആയി ബന്ധപ്പെടുന്നത് കാരണം ഇവരുടെ ഉപദേശങ്ങൾ അവര് കേൾക്കാറുണ്ടായിരുന്നു. ഒരു രീതിയിലുള്ള വെറുപ്പും അവർക്കുണ്ടായിരുന്നില്ല. ഇനി അവർ ദേഷ്യപ്പെട്ടാൽ തന്നെയും വളരെ ചുരിച്ചുകൊണ്ടായിരിക്കും അവര് ദേഷ്യപ്പെടുക. ഉപദേശിക്കുമ്പോൾ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹദ്രത്ത് അമ്മാജാന്റെയും ഉമ്മുൽ മുഅ്മിനീന്റെയും ഹദ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിന്റെയും സംഭവങ്ങൾ കേൾപ്പിക്കുമായിരുന്നു. അതെടുത്തുകൊണ്ടാണ് ഉപദേശിക്കാറുണ്ടായിരുന്നത്. അത് അവരുടെ ഒരു സഹോദരി പുത്രി എന്നോട് പറയുകയുണ്ടായി. दोनों कजन ഒരവസരത്തിൽ അവർ രണ്ടുപേരും കസിൻ ആയിരുന്നു. എന്തോ ഒരു തെറ്റ് അവർക്ക് അറിയാതെ വന്നു പോയി. അതിലൊരു തമാശയുണ്ടായിരുന്നു. बेचैन थी कि किसी बड़े को भी इसमें शामिल किया जाए. വലിയവരെയും ഇതിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും ഈ തെറ്റ് ആരെങ്കിലും അറിഞ്ഞാൽ എന്തായാലും നമുക്ക് ശകാരം കേൾക്കും എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അവസാനം ഇവരുടെ അടുത്തവർ വന്നു. അങ്ങനെ കാര്യങ്ങൾ വളരെ ക്ഷമയോടുകൂടി കേട്ടു. അല്പം തമാശയും അതിലടങ്ങിയിരുന്നു. और बताया അവർ ചിരിയും വന്നു. എന്നിട്ട് അവരോട് സ്നേഹത്തോടു കൂടെ തന്നെ അവരെ ദേഷ്യപ്പെടുകയും ചെയ്തു. കാര്യങ്ങൾ അവരെ ഉപദേശിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇസ്ലാമിക അധ്യാപനം ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അപ്പൊ ഏതൊരവസരവും ഇസ്ലാമിക അധ്യാപനങ്ങൾ അഹമ്മദിയത്തിന്റെ ചര്യകൾ അത് പാഴാക്കാറില്ലായിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള അവസരം ലഭിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കി കൊടുത്തിരുന്നു. അവരുടെ എല്ലാ കാര്യങ്ങളും ഈ വൃത്തത്തിലാണ് കറങ്ങിക്കൊണ്ടിരുന്നത്. കുടുംബത്തിലെ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളോട് പറയാറുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടേതായിരിക്കുന്ന ഒരു സ്ഥാനമാനമുണ്ട്, അത് നിങ്ങൾ പാലിക്കേണ്ടതാണ്. ഞാൻ ഇതിനു മുമ്പ് അവരുടെ വീട്ടിൽ പോയപ്പോഴൊക്കെ എന്നെ വളരെയധികം അവര് ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. के बाद तो उनका ताल्लुक ഖിലാഫത്തിന് ശേഷം പിന്നീട് അവരുടെ ബന്ധം സ്നേഹത്തിലും അനുസരണത്തിലും വളരെയധികം വർദ്ധിക്കുകയുണ്ടായി. വളരെയധികം അനുസരണം പുലർത്തിയിരുന്നു. പ്രത്യേകിച്ച് ദുആക്ക് വേണ്ടി എപ്പോഴും തന്നെ എഴുതാറുണ്ടായിരുന്നു. ഖിലാഫത്തിനോടുള്ള ബന്ധം വളരെ അവർണ്ണനീയമാണ്. ഇവിടെ 2 പ്രാവശ്യം ജൽസയിൽ വന്നിട്ടുണ്ട്. വളരെ അദബോടും ആദരവോടും കൂടി. അതുപോലെ തന്നെ ഖിലാഫത്തിനോട് ഏത് രീതിയിലാണോ होना चाहिए. പെരുമാറേണ്ടത് ആ രീതിയിൽ ഏറ്റവും ഉന്നതമായ രീതിയിൽ അവരിൽ അത് പ്രകടമായിരുന്നു. उनके सलूक से शर्मिंदगी ചിലപ്പോൾ അവരുടെ പെരുമാറ്റം കണ്ട് എനിക്ക് തന്നെ നാണം വരും. हर साल आने को दिल चाहता है. എപ്പോൾ വരുമ്പോഴും सोचती हूँ എല്ലാ വർഷവും വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ പ്രായാധിക്യം കാരണം എനിക്ക് വരാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. हज़रत अम्मा जान ഞാൻ പറഞ്ഞതുപോലെ ഹസ്രത്ത് അമ്മാൻ ജാൻ बड़ा अरसा रही. ന്റെ കൂടെ അവര് കുറെ കാലം താമസിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മയുടെ अम्मा जान के पास വിവാഹം നടന്നതിന് ശേഷം അമ്മാജാന്റെ അടുത്താണ് അവര് താമസിച്ചത്. പല റിവായത്തുകളും അമ്മാജാനെ സംബന്ധിച്ച് അവർക്ക് ഓർമ്മയുണ്ട്. साल एक जलसे ഇവിടെ ഒരു പ്രാവശ്യം ജൽസയിൽ വന്നപ്പോൾ ലജ്ന UK അത് അവരിൽ നിന്ന് റെക്കോർഡ് ചെയ്തിരുന്നു. അമ്മാജാനുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇവർ ഇതേവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ ലജ്ന ഇമായില്ല അത് പ്രസിദ്ധീകരിക്കേണ്ടതാണ്. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ തന്റെ 2 ഭാര്യമാരോട് അമ്മാജാന്റെ അടുത്ത് ഡ്യൂട്ടി നൽകാൻ വേണ്ടി പറയുകയുണ്ടായി. അങ്ങനെ അവർ ഓരോരോ സമയത്ത് ഡ്യൂട്ടി നൽകിക്കൊണ്ടിരുന്നു. കാരണം അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. ഇപ്പോൾ ഹസ്രത്ത് അമ്മാജാൻ പറയുകയുണ്ടായി, എനിക്ക് ഈ കുട്ടി മതി, കാരണം എനിക്ക് അവരുമായിട്ട് നല്ല ഇഴകി ചേർന്നിരിക്കുന്നു, മറ്റാരെങ്കിലും അയക്കേണ്ട കാര്യമില്ല. ഹസ്രത്ത് അമ്മാജാന് അവരോട് വലിയ സ്നേഹമായിരുന്നു. जब आपकी शादी हुई है അവരുടെ വിവാഹം നടന്നപ്പോൾ तो हज़रत अम्मा जान बहुत उदास रहने ഹസ്രത്ത് അമ്മാജാൻ വളരെ ദുഃഖിതയായി കാണപ്പെട്ടു. जब वापस आई हैं कुछ दिनों के बाद കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരെ കാണാൻ വേണ്ടി തിരിച്ചു വന്നപ്പോൾ ഖലീഫത്തുൽ മസീഹ് സാനി അവരെ കൈപിടിച്ചുകൊണ്ട് അമ്മാജാൻ അടുത്ത് കൊണ്ടുപോയി. എന്തിനു പറഞ്ഞു, ഇതാ നിങ്ങളെ മകൾ വന്നിട്ടുണ്ട് എന്ന്. प्यार का सलूक था हज़रत അപ്പോൾ അമ്മാജാനുമായിട്ട് വളരെയധികം സ്നേഹത്തിലായിരുന്നു. ഞാൻ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഖിലാഫത്തിനോടുള്ള സ്നേഹം, मैं ये भी बता दूं അതിനോടുള്ള കൂറും कदर बड़ी हुई थी इसमें വളരെ കൂടുതലായിരുന്നു. की परवाह नहीं करती थी. ഒരു കുടുംബ ബന്ധത്തെയും അവരതിന് വകവെച്ചിരുന്നില്ല. ऐसे बाज़ दफ़ा उनको
അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് आज परेशानियां भी उठानी पड़ी। ചില പ്രയാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ എപ്പോഴും ഖിലാഫത്തിന് വേണ്ടി एक ढाल की तरह खड़ी रही। ഒരു പരിചയ പോലെ നിലനിന്നിരുന്നു. घर में पलने बढ़ने वाले അവരുടെ വീട്ടുകളിൽ വളരുന്ന കുട്ടി जवान है, बल्कि बड़ी उम्र के हो गए। മുതിർന്ന പ്രായത്തിലെത്തിയിരിക്കുന്ന ആ കുട്ടി എനിക്ക് എഴുതുകയുണ്ടായി, മുഹ്തറമ ബീബി ജാന്റെ മരണം എന്നെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തുന്നു. കാരണം സാത്വികയും ദുആ ചെയ്യുകയും ഭക്തയുമായ ഒരു വ്യക്തിത്വയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തുടർന്ന് എഴുതുന്നു, ബീബി സാഹിബ വളരെയധികം സാത്വികയും ദുആ ചെയ്യുന്ന ആളും അഗതികളെ സഹായിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ഖിലാഫത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന എപ്പോഴും ഞങ്ങളെ ഉപദേശിച്ചിരുന്നു. ഖലീഫയുടെ കൽപ്പനകൾ നിറവേറ്റാൻ വേണ്ടി എപ്പോഴും അവസരം പാർത്തിരുന്നു. फिर लजना के काम करती थी मोहल्ले में भी। മൊഹല്ലയിൽ ലജ്ന ജോലികളെല്ലാം ചെയ്തിരുന്നു. മിസ്ബാഹ് എന്നുള്ള മാസിക, അതിന്റെ വരിസംഖ്യ വരിക്കാരിൽ നിന്നും പിരിക്കാൻ വേണ്ടി क्या करती थी, പലപ്പോഴും अगर किसी എന്നെ അയക്കാറുണ്ടായിരുന്നു. नहीं आता था ഇനി ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് വരിസംഖ്യ വരുന്നില്ലെങ്കിൽ സ്വന്തം കൈകളിൽ നിന്നും അത് എടുത്തു കൊടുക്കും. എന്നിട്ട് പറയാറുള്ളത്, ഏതായാലും ചന്ത കൊടുക്കുന്നത് ലേറ്റ് ആവണ്ട എന്നാണ്. कि ये लिखा कि मैं कभी कभी बाजार से ഞാൻ ചിലപ്പോൾ അങ്ങാടിയിൽ പോയി थोड़े हो जाते तो मैं अपनी तरफ से സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ പൈസ കുറവായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള പൈസ ഞാൻ കയ്യിൽ നിന്നെടുക്കും. അപ്പോൾ ഉടനെ തന്നെ അത് തിരിച്ചെത്തിയാൽ എന്നോട് പറയാറുള്ളത്, ഉടനെ തന്നെ ആ പൈസ എന്നോട് വാങ്ങണം, കാരണം ഞാൻ ആരുടെയും കടക്കാരിയായി തീരാൻ ആഗ്രഹിക്കുന്നില്ല. ഇതേപോലെ എഴുതുന്ന ആൾ എഴുതുന്നു, ഏതെങ്കിലും മാസത്തിൽ കല്യാണത്തിന്റെ കത്തുകൾ കുറെ കൂടുതൽ വന്നാൽ എന്നോട് എന്താബ്ദ് എന്നാണ് എഴുതുന്ന ആളെ പേര്, നിങ്ങൾ എന്നെ എപ്പോഴും തന്നെ ഓർമ്മപ്പെടുത്തണം ഈ കല്യാണത്തെ സംബന്ധിച്ച്. വീട്ടിലുള്ള ജോലിക്കാരുടെ വിവാഹത്തിൽ നിർബന്ധമായും പങ്കെടുത്തിരുന്നു. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തെ സംബന്ധിച്ച് ക്ഷണം വന്നപ്പോൾ എന്നോട് പറയുകയുണ്ടായി, തീർച്ചയായും അതിൽ പോകണം. ചിലപ്പോൾ പകൽ 2-3 പ്രാവശ്യം എന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നു, ആ പെൺകുട്ടിയുടെ വിവാഹത്തിന് എന്തായാലും നമ്മൾ പങ്കെടുക്കേണ്ടതാണ്, അതിന് തയ്യാറായിരിക്കണം. ഇതേപോലെ മറ്റു ഉപദേശങ്ങളും നൽകിക്കൊണ്ടിരുന്നു. അവരുടെ മരുമകൻ എഴുതുന്നു, സയ്യിദ് ഗാഹൻ അഹമ്മദ്, അദ്ദേഹം എഴുതുന്നു, ഏതൊരു മുഹല്ലയുടെ സദറായാണോ അവർ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്, അവിടെ കാലത്തിന്റെ ഖലീഫയെ അനുസരിക്കുന്ന കാര്യത്തിൽ അത്ഭുതകരമായ പരിവർത്തനമാണ് അവർ വരുത്തിയത്. ഇതിൽ പ്രത്യേകമായ തെളിവിന്റെ ആവശ്യമില്ല. അവരുടെ പ്രകൃതത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഗുണമായിരുന്നു ഇത്. അവർ വഫാത്തായ ആ ദിവസം കാലത്ത് എനിക്ക് വേണ്ടി ഉസൂറിന് കത്തയക്കണം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നു. അവർക്ക് അവരുടെ മരണത്തെക്കുറിച്ച് അറിവ് നൽകപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കാരണം തന്റെ മകളുടെ മകളോട് മരിച്ചുപോയ ഒരാളെ കുറിച്ച് പറഞ്ഞിരുന്നു, അവർ വന്നിട്ടുണ്ട് എന്ന്. മകളെ വിളിച്ച് അവരോട് സ്നേഹപ്രകടനങ്ങൾ നടത്തിയതിനു ശേഷം പറഞ്ഞു, എനിക്ക് പുറത്തു തരണം. പല ഗുണങ്ങളും അവർക്കുണ്ടായിരുന്നു. മാതാവ് എന്ന നിലക്കും അമ്മായി അമ്മ എന്ന നിലക്കും ഭാര്യ എന്ന നിലക്കും ഇവരുടെ ജീവിത മാതൃക അത്യുന്നത നിലവാരത്തിലായിരുന്നു. തന്റെ ഭർത്താവിന്റെ ആഗ്രഹമനുസരിച്ച് അവരുടെ എല്ലാ ആവശ്യങ്ങളും ശ്രദ്ധിച്ചിരുന്നു. ഒരു പരാതിക്കും ഇടം നൽകിയിരുന്നില്ല. മുമ്പുള്ള ഭക്തരായ ആളുകളുടെ സംഭവങ്ങൾ ഞാൻ കേൾപ്പിക്കാനുള്ള കാരണം, നമ്മുടെ പുതിയ ജോഡികൾക്ക് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഈ കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. അവരുടെ ഏറ്റവും പ്രധാനമായ കാര്യം തങ്ങളുടെ വീട് പരിപാലിക്കേണ്ടതാണ്. അതേപോലെ തന്റെ ഭർത്താവിനെ പൂർണ്ണമായും അനുസരിക്കേണ്ടതാണ്. തന്റെ പെൺമക്കളെയും ഇതേ രീതിയിലാണ് ഉപദേശിച്ചിരുന്നത്. അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തന്റെ ഭർത്താവുമായി തർക്കിക്കുന്നത് ഒരിക്കലും തന്നെ കണ്ടിട്ടില്ല. ഉപദേശങ്ങൾ നൽകുമ്പോൾ ഹസ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഹസ്രത്ത് അമ്മാജാന്റെയും പരാമർശം അതിലുണ്ടായിരുന്നു. ദേഷ്യം വന്നാൽ തന്നെയും അല്പം നേരത്തേക്കായിരിക്കും, പിന്നീട് അതേ വാത്സല്യമായിരിക്കും. കുടുംബത്തിലെ പെൺകുട്ടികളെ എപ്പോഴും തന്നെ ഉപദേശിക്കാറുണ്ടായിരുന്നത്, നമ്മൾ മുഖേന മറ്റാർക്കും തന്നെ വഴികേടിലാകാനുള്ള അവസരം ഉണ്ടാകരുത്. അവരുടെ ഈ ദുആയും ഈ ഉപദേശങ്ങളും ഈ കുട്ടികൾക്കും കുടുംബത്തിലെ മറ്റു കുട്ടികൾക്കും ഫലപ്രദമായി തീരട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം.
तो ये देखते हैं कि मुलाजमों के തുടർന്ന് എഴുതുന്നു, അവിടെയുള്ള ജോലിക്കാരോടും വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു. വീട്ടിൽ വളർന്ന പെൺകുട്ടികളെ छोटी उम्र से ही അവർക്കുള്ള വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ വിവാഹത്തിനും ആവശ്യമായിരിക്കുന്ന ചെലവുകളും അവർ സ്വയം വഹിച്ചു. ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്ത്രീകളും അവരുടെ മക്കളും വളരെ മോശമായി ഇവരോട് പെരുമാറിയെങ്കിലും ഇത് കാരണം ഇവരെ ഇവിടെ നിന്നും പുറത്താക്കണമെന്ന് ചിലർ മഷ്വറ നൽകിയെങ്കിലും അവരോട് പറഞ്ഞിരുന്നത്, ഈ കുട്ടികളെ വലുതാക്കി എനിക്ക് ഇവരെ വിവാഹം കഴിച്ചുവിടേണ്ടതുണ്ട്. അവരുടെ വിവാഹത്തിന് ശേഷം അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളികളായിരുന്നു. അവർ എപ്പോഴും തന്നെ പറയാറുള്ള ഒരു കാര്യം, മരുമകളെ ഉപദേശിക്കണമെങ്കിൽ, കാരണം ഈ ഉപദേശം വളരെ ഫലപ്രദമാണ്. ഇന്നും മരുമകളെ ഉപദേശിക്കണമെങ്കിൽ മകനെയാണ് ഉപദേശിക്കേണ്ടത്, അഥവാ മരുമകനെ ഉപദേശിക്കണമെങ്കിൽ മകളെയാണ് ഉപദേശിക്കേണ്ടത്. ഉപകാരം ചെയ്യുമ്പോൾ മറ്റാരും അറിയാത്ത രീതിയിൽ ആണ് ഉപകാരം ചെയ്തിരുന്നത്. ഇബാദത്തുകളിലും ചന്ത നൽകുന്നതിലും ഒരു കൃത്യനിഷ്ഠത നമുക്ക് കാണാമായിരുന്നു. തനിക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടും കൂടുതലായി ഈ फराइज से को कभी നിർബന്ധ കാര്യങ്ങൾ പൂർണ്ണമായും നിർവഹിക്കാൻ പരിശ്രമിച്ചിരുന്നു. 1944 में 1946 ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ സ്വത്തുക്കളെല്ലാം തന്നെ വഖഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ആഭരണങ്ങളും ജമാഅത്തിൽ വഖഫ് ചെയ്യുകയുണ്ടായി. 13 साल की उम्र में 13ാമത്തെ വയസ്സിൽ दारुल मसीह का ദാറുൽ മസീഹിന്റെ ഡ്യൂട്ടി അവർക്ക് നൽകപ്പെട്ടു. സെക്രട്ടറി നാസ്രാത്ത് കാദിയാനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഹിജ്റത്തിന് ശേഷം രത്തൻബാഗിലും റബുവയിലും സേവനങ്ങൾ ചെയ്തു. मौकों पर വിവിധ സന്ദർഭങ്ങളിൽ സേവനത്തിനുള്ള അവസരം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും സ്ഥാനത്തെ ഒരിക്കലും അവർ ആഗ്രഹിച്ചിരുന്നില്ല. സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും എന്ത് ചെറിയ ജോലി അവരോട് പറഞ്ഞാൽ അവരത് ചെയ്യുമായിരുന്നു. വൈജ്ഞാനപരമായും അതുപോലെ തന്നെ സംഘടനാപരമായും ദീനി അറിവിന്റെ അടിസ്ഥാനത്തിലും വളരെ നല്ല നൈപുണ്യം കരസ്ഥമാക്കിയ വ്യക്തിയായിരുന്നു. कि रतनबाग लाहौर രത്തൻബാഗ് ലാഹോറിൽ मोमानी जान हजरत सालिया बेगम साहब സാലിയ ബീഗം സാഹിബ साहब के साथ പീർ മുഹമ്മദ് ഇസാ സാഹിന്റെ ഭാര്യ രാത്രി കാലങ്ങളിൽ അവരിങ്ങനെ കറങ്ങാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആർക്കെങ്കിലും പുതക്കാൻ പുതപ്പില്ലെങ്കിൽ അവർക്ക് പുതപ്പ് നൽകിയിരുന്നു. 1949 ഇത് ഇവരെ സംബന്ധിച്ച ഒരു ചരിത്ര സംഭവമാണ്. 1949 ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിനോടൊപ്പം ഹദ്റത്ത് അമ്മാജാനെ വണ്ടിയിൽ കൊണ്ടുവരുമ്പോൾ ഇവർക്കും ആ വണ്ടിയിൽ യാത്ര ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. എന്നിട്ട് അവരെപ്പോഴും തന്നെ പറയാറുള്ളത്, ഇത് എന്റെ ജീവിതത്തിലെ എപ്പോഴും ഓർക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. മസ്ജിദ് മുബാറക് റബിയുടെ ശിലാസ്ഥാപന സന്ദർഭത്തിൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തിൽ അതിൽ പങ്കെടുത്ത സ്ത്രീകളിൽ ഇവരും ഉൾപ്പെടുന്നു. റബുവ തുടങ്ങിയപ്പോൾ അവിടെയുള്ള ബിൽഡിങ്ങുകളെല്ലാം തന്നെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ബിൽഡിങ്ങുകളായിരുന്നു. അവർക്ക് അവിടെ ലജ്നയ്ക്ക് വേണ്ടി സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. ദാറുൽ ഷർക്ക് ഷുമാലി എന്നുള്ള ആ ഹൽക്കയിൽ ഇവർക്ക് കുറെ കാലം സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചിട്ടുണ്ട്. 1973 മുതൽ 1982 വരെ നായിബ് സദർ ലജ്നായുമായില്ല റബുവയായി സേവനമനുഷ്ഠിച്ചു. എന്റെ ഉമ്മ സദർ ലജ്നയായിരുന്നു അവിടെ. ആ സമയത്ത് അവർക്ക് അവിടെ സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. അതിനുശേഷം 82 ശേഷം 1-2 വർഷം വരെ ഖിദ്മത്തെ ഖൽക്കിന്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു. സെക്രട്ടറി സിയാഫത്തായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. ഏതെല്ലാം ഡ്യൂട്ടിയാണ് അവരെ ഏൽപ്പിച്ചിട്ടുള്ളത്, ഏതൊരു സ്ഥാനമാണോ അവർക്ക് നൽകിയത്, വളരെ വിനയത്തോടു കൂടിയാണ് ഇതിൽ സേവനമനുഷ്ഠിച്ചിരുന്നത്. അവരുടെ ഒരു മകൾ എഴുതുന്നു, ഉമ്മി രോഗിയായപ്പോൾ അവരെ കാണാൻ ആരെങ്കിലും വരികയാണെങ്കിൽ അതുപോലെ തന്നെ അവരെ മുലാഖാത്ത് നടത്താൻ കഴിയാതെ തിരിച്ചു പോകേണ്ടി വരുമ്പോൾ ഉമ്മാക്ക് വലിയ ദുഃഖമായിരുന്നു. പലരും ഞങ്ങളോട് പറയാറുള്ളത്, ആരെങ്കിലും എന്നെ കാണാൻ വന്നാൽ അവരെ നിങ്ങൾ തടയരുത്, ഒരിക്കലും അവരെ തിരിച്ചുവിടരുത്. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ കവാടം എല്ലാവർക്കും എന്നെ തുറന്നിട്ടപ്പെട്ടതായിരുന്നു. എല്ലാവർക്കും അവരെ കാണാമായിരുന്നു. പിന്നെ ഞാൻ എന്തിനാണ് നിഷേധിക്കുന്നത്? ഒരു മകൾ എഴുതുന്നു, എല്ലാ സഹോദരി സഹോദരന്മാരോടും ഉമ്മാക്ക് വലിയ സ്നേഹമായിരുന്നു. സഹോദരി സഹോദരന്മാരെ സംബന്ധിച്ച് ആരെങ്കിലും തന്നെ ഇത് നിങ്ങളുടെ യഥാർത്ഥ സഹോദരനാണോ സഹോദരിയാണോ എന്ന് തമാശയിൽ ആരെങ്കിലും ചോദിച്ചാൽ പോലും ഉമ്മാക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. കാരണം മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിന് മറ്റു ഭാര്യമാരും ഉണ്ടായിരുന്നു. അതിൽ ഓരോ ഭാര്യയിലും കുറെ മക്കളും ഉണ്ടായിരുന്നു. എന്നാൽ ഒരിക്കലും തന്നെ യഥാർത്ഥ സഹോദരി സഹോദരൻ എന്നുള്ള ആ ചോദ്യമേ അവിടെ ഉദിച്ചിരുന്നില്ല. ആരെങ്കിലും ചോദിച്ചാൽ തന്നെ ഉടനെ തന്നെ പറയാറുള്ളത്,
ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത്, കാരണം ഉപ്പാക്ക് ഇത് തീരെ ഇഷ്ടമില്ല, ഖലീഫത്തുൽ മസീഹ് സാനിക്ക് തീരെ ഇഷ്ടമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എഴുതുന്നു, ഞങ്ങളുടെ ഒരു അനഹമ്മദി എളാപ്പ എഴുതുകയുണ്ടായി, എന്റെ സഹോദരി എപ്പോഴും തന്നെ വളരെ അച്ചടക്കത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത്. ഉമ്മയെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് പറയുന്നു, ഉമ്മാക്ക് എളാമയോട് വളരെ സ്നേഹമായിരുന്നു. ബാജിജാനാണ് എന്നെ നോക്കി വളർത്തിയത് എന്ന് ഇടക്കിടക്ക് പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ അബ്ബാജാൻ ബാജിജാനെ എന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് ബാജിജാൻ അത് പൂർണ്ണമായും നല്ല രീതിയിൽ വളർത്തുകയും ചെയ്തു. അതായത് ഞങ്ങളുടെ ഉമ്മയെ എല്ലാവരും തന്നെ ബാജിജാൻ എന്നാണ് പറയാറുണ്ടായിരുന്നത്. അത് ഖലീഫത്തുൽ മസീഹ് സാനി തന്റെ ഒരു സ്വപ്നത്തെ സംബന്ധിച്ച് പറയുന്നു, ദീർഘമായ ഒരു സ്വപ്നമാണ്. സയ്യിദ സാറ ബീഗം സാഹിബ വന്നിട്ടുണ്ട്, എന്നിട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്നു. മറ്റൊരു കാര്യം പറഞ്ഞത്, നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നു, ഞാൻ ഉടൻ തന്നെ സ്വപ്നത്തിൽ അവർക്ക് മറുപടി നൽകി, നീ ഷീരു, അതായത് ഷീരു എന്നാണ് അബ്ദുൽ നസീർ സാഹിബയെ വീട്ടിൽ പറയാറുള്ളത്, ഷീരു പോലെയുള്ള കുട്ടിയെ നീ എനിക്ക് നൽകിയിരിക്കാൻ ഞാൻ നിന്നോട് എങ്ങനെ ദേഷ്യപ്പെടാനാണ്. ഹദ്റത്ത് മുസ്ലിമോ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളാണ് എന്ന കാര്യം എപ്പോഴും അവർ ശ്രദ്ധയിൽ വെച്ചിരുന്നു. ഹുസൂർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വ്യക്തിത്വത്തിൽ ഞങ്ങൾ മുഖേന ഒരു വിധത്തിലുള്ള ന്യൂനവും വരുത്താൻ പാടില്ല എന്നും അവർ ശ്രദ്ധിച്ചിരുന്നു. പല മീറ്റിംഗുകളിലും അവർ കേൾപ്പിച്ച അവരുടെ ഒരു സംഭവമുണ്ട്. ഒരിക്കൽ അവര് തന്റെ സഹോദരന്റെ വീട്ടിൽ പോവുകയായിരുന്നു. അത് റോഡിന്റെ മറ്റൊരു സൈഡിലായിരുന്നു ആ വീട്. അതായത് ഇവരുടെ വീട് റോഡിന്റെ ഈ സൈഡിലും മറു സൈഡിലും സഹോദരന്റെ വീടുമായിരുന്നു. ഏതായാലും മുമ്പിൽ തന്നെയാണല്ലോ സഹോദരന്റെ വീട്. അവിടെ പോയി വരാം എന്ന് കരുതി ഉടനെ തന്നെ ബുർഖയെ പൂർണ്ണമായും ധരിക്കാതെ ബുർഖയുടെ ആ താഴെയുള്ള ഭാഗം തലയിൽ ഇട്ടു മറച്ചു. അതായത് ബുർഖയുടെ ആ കോട്ട് മാത്രം തലയിൽ ഇട്ടുകൊണ്ട് അതിൽ മൊക്കനയാക്കി അവിടെ നിന്ന് പുറത്തു പോയി. എന്നാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ റോഡിന്റെ നടുവിലെത്തിയപ്പോൾ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു അതേ വഴിയിൽ തിരിച്ചു വരുന്നതായി കണ്ടു. ആദ്യ കാലത്തെ സംഭവമാണ്. കസ്റെ ഖിലാഫത്തിൽ നിന്നും തിരിച്ചു വരികയായിരുന്നു ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ എനിക്ക് മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് രക്ഷപ്പെടാൻ. അപ്പോൾ ഉടനെ തന്നെ ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു. ഞാൻ കരുതിയത് ഏതായാലും ഹുസൂർ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല എന്നാണ്. എന്നാൽ അടുത്ത ദിവസം ഞാൻ നാഷ്ത സമയത്ത് ഹുസൂറിനെ കാണാൻ പോയപ്പോൾ ഖലീഫത്തുൽ മസീഹ് സാനി എന്നോട് പറഞ്ഞു, നോക്കൂ, നീ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ ജനങ്ങൾ 10 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നതാണ്. അതുകൊണ്ട് പർദ്ദയെ സംബന്ധിച്ച് വളരെ ശ്രദ്ധിക്കണം എന്ന് ഖലീഫത്തുൽ മസീഹ് സാനി അവരെ ഉപദേശിക്കുകയുണ്ടായി. മക്കളെ ഈ രീതിയിലാണ് ഖലീഫത്തുൽ മസീഹ് സാനി ഉപദേശിച്ചത്. മറ്റ് കുടുംബത്തിലെ മറ്റു കുട്ടികൾക്കും അതേപോലെ തന്നെ ജമാഅത്തിലെ പെൺകുട്ടികൾക്കും പർദ്ദയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ബോധം ഉണ്ടായിത്തീരട്ടെ. ആമീൻ. മുസ്ലിം റളിയല്ലാഹു തആല അൻഹു എഴുതിയ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ പറയുകയുണ്ടായി. അതിൽ എഴുതുന്നു, അമത്തുൻ നസീർ ഇപ്പോൾ 3.5 വയസ്സുള്ള പൈതലാണ്. കൂടുതൽ സമയം തന്റെ ഉമ്മയുടെ അടുത്ത് അവൾ കഴിഞ്ഞതുകൊണ്ട് അവരുമായി വളരെ അടുപ്പത്തിലായി. തന്റെ സഹോദരൻ അവർക്ക് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അന്തം വിട്ടു നിൽക്കുന്നത് പോലെ അവർ നിശബ്ദയായി. മരണം എന്താണെന്ന് അവൾക്കറിയില്ലായിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് മാത്രമാണ് ഇതെന്താണെന്ന് അവൾക്ക് അറിയുക. അവളുടെ സഹോദരൻ എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുത്തത് എന്നറിയില്ല. അതിനുശേഷം അവൾ കരഞ്ഞില്ല, അട്ടഹസിച്ചില്ല, വാവിട്ട് നിലവിട്ടിട്ടില്ല. നിശബ്ദയായി അങ്ങുമിങ്ങും നടന്നു. എന്നാൽ സാറാ ബീഗം സാഹിബയുടെ ജനാസ കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ അവിടെ ജമാഅത്തിലെ സ്ത്രീകൾ ചുറ്റും ഒരുമിച്ചുകൂടി. അവർ കരയാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ അമത്തുൻ നസീർ പറഞ്ഞു, എന്റെ ഉമ്മ ഉറങ്ങുകയാണ്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എന്റെ ഉമ്മ ഉണർന്നാൽ ഞാൻ പറയും, നിങ്ങൾ ഉറങ്ങിയപ്പോൾ ഈ സ്ത്രീകൾ നിങ്ങളുടെ ചുറ്റുമിരുന്ന് കരയുകയായിരുന്നു. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു തആല എഴുതുന്നു, അതായത് ഹദ്റത്ത് സാറാ ബീഗം സാഹിബ വഫാത്തായപ്പോൾ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പുറത്തായിരുന്നു. അദ്ദേഹം വരുന്നതിന് മുമ്പേ തന്നെ ജനാസ മറവ് ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ യാത്രയിൽ നിന്നും തിരിച്ചു വന്ന് അമത്തുൻ നസീറിനെ ഉമ്മ വെച്ചപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷെ അവളെ കരഞ്ഞില്ല. ഞാൻ അവളെ എടുത്തു ഉമ്മ വെച്ചു, എന്നിട്ടും കരഞ്ഞില്ല. അവൾക്ക് മരണം എന്താണെന്ന് അറിയില്ല എന്നെനിക്ക് ഉറപ്പായി. എന്നാൽ എനിക്ക് തെറ്റുപറ്റിയതായിരുന്നു. ഈ പെൺകുട്ടി എനിക്ക് മറ്റൊരു പാഠം നൽകുകയായിരുന്നു. സാറാ ബീഗം ദാറുൽ അൻവാറിലെ പുതിയ വീട്ടിൽ വെച്ചാണ് വഫാത്തായത്. ഞങ്ങൾ ഞങ്ങളുടെ യഥാർത്ഥ വീടായ ദാറുൽ മസീലേക്ക് തിരിച്ചു വന്നപ്പോൾ അവരുടെ കാലിൽ ബൂട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒരാളെ അയച്ച് ബൂട്ടുകൾ കൊണ്ടുവരാൻ പറഞ്ഞു. ബൂട്ട് കാണിക്കാനായി കൊണ്ടുവന്നു. ഞാൻ അമത്തുൻ നസീറിനോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കുക, ഇഷ്ടമുള്ള ബൂട്ട് നീ എടുത്തുകൊള്ളുക. ആദ്യം 2 അടി മുന്നോട്ട് വേഗം നടന്നു. എന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്നു. അത്ഭുത ദൃഷ്ടിയോടുകൂടി എന്നെ തുറിച്ചു നോക്കി. തന്റെ വല്യുമ്മയെയും നോക്കി. ഹദ്റത്ത് ഉമ്മ നാസിർ സാഹിബയിലേക്ക്. ഈ നോട്ടത്തിനും ഒരർത്ഥമുണ്ടായിരുന്നു. നിങ്ങൾ എന്നോട് പറയുന്നത് ഇഷ്ടമുള്ള
ബൂട്ട് എടുക്കുക എന്നല്ലേ? ശരി, എന്നാൽ നിന്റെ ഉമ്മ വഫാത്തായിട്ടില്ലേ? എനിക്ക് ബൂട്ട് ആരിട്ട് തരും? അതിലത്തെ മുസ്ലിം റളിയല്ലാഹു തആല അൻഹു എഴുതുന്നു, ഇപ്പോൾ ഞാൻ വികാരപരിതനായി, ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ച് വല്ലതും പറയുകയോ അവിടെ നിൽക്കുകയോ ചെയ്താൽ എന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നതാണ് എന്ന് കരുതി. അതുകൊണ്ട് ഞാൻ ഉടനെ മുഖം തിരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ബൂട്ട് നീ നിന്റെ അമ്മീജാന്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. ഇതും പറഞ്ഞ് ഞാൻ സ്ഥലം വിട്ടു. ഖലീഫ സാനി പറയുന്നു, ഞങ്ങളുടെ വീട്ടിൽ സ്വന്തം മാതാക്കളെ കുട്ടികൾ ഉമ്മി എന്നാണ് വിളിക്കുക. എന്റെ മൂത്ത ഭാര്യ ഉമ്മ നാസറയെ അമ്മീജാൻ എന്നാണ് വിളിക്കുക. ഞാൻ അവിടെ വിട്ടു പോയപ്പോൾ തിരിഞ്ഞു നോക്കി. അപ്പോൾ അമത്തുൻ നസീർ സാഹിബ തന്റെ വികാരത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു. വളരെ ശാന്തയായി ബൂട്ടെടുത്ത് തന്റെ അമ്മീജാന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. പിന്നീടുള്ള സംഭവ വികാസങ്ങൾ ചെറുപ്രായമായിരുന്നിട്ട് കൂടി തന്റെ മാതാവിന്റെ മരണം അവർ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് തെളിയിക്കുകയുണ്ടായി. അതിർത്ത് ഖലീഫ സാനി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതുന്നു, അള്ളാഹു ഈ കൊച്ചുമലരിനെ വാടാതെ സംരക്ഷിക്കട്ടെ. ഈ കൊച്ചു ഹൃദയത്തെ തന്റെ കാരുണ്യത്തിന്റെ വെള്ളം കൊണ്ട് സേചനം ചെയ്യുമാറാകട്ടെ. തന്റെ യഥാർത്ഥ ചിന്തകളും വിചാരങ്ങളുടെയും കൃഷിയിടമാക്കി മാറ്റട്ടെ. ഇതിന്റെ ഫലം ഒരു ലോകത്തെ തന്നെ ജീവൻ നൽകുന്നതായി തീരട്ടെ. ഒരു ലോകത്തിന് ഇത് അനുഗ്രഹീതമായി തീരട്ടെ. അർഹമുറഹീമിനായ നാഥ, നീ ഹൃദയത്തെ അറിയുന്നവനാണ്. നീ കാണുന്നു ഈ കുട്ടി ഏതൊരു രീതിയിലാണ് ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നത്. നിന്റെ സിഫത്തുകളെ സംബന്ധിച്ചുള്ള അറിവ് ഈ കുട്ടിക്കുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. എന്നാൽ നിന്റെ കൽപ്പന പ്രകാരം ഞങ്ങളെക്കാളും കൂടുതൽ ധൈര്യത്തോടുകൂടി ഇവർ മുന്നേറുന്നു. മുഗീസായ അള്ളാഹുവെ, ഞാനിതാ നിന്റെ മുമ്പിൽ വിലപിക്കുകയാണ്. എല്ലാവിധത്തിലുള്ള ആപത്തുകളിൽ നിന്നും ഈ കുട്ടിയെ സംരക്ഷിക്കണമേ. ബാഹ്യമായി ക്ഷമ നൽകിയതുപോലെ ഉള്ളിലും നീ ഇവർക്ക് ക്ഷമ പ്രദാനം ചെയ്യണമേ. ഏതുപോലെ അള്ളാഹുവെ, നീ ഈ കുട്ടി ശക്തമായിരിക്കുന്ന കരങ്ങളെ കണ്ടുവോ? നീ ആ കുട്ടിക്ക് യഥാർത്ഥ ശക്തി നൽകണമേ. എന്റെ നാഥ, നിന്റെ ഹിക്മത്ത് ആ കുട്ടിയുടെ ഉമ്മയുടെ കാരുണ്യത്തിൽ നിന്നും ഇപ്പോൾ അകറ്റിയിരിക്കുകയാണ്. അവൾ ഇപ്പോൾ ഈ ചെറുപ്രായത്തിൽ സ്നേഹത്തിന്റെ ബാലപാഠം പഠിക്കുകയായിരുന്നു. സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും ഉറവിടമായ അള്ളാഹുവെ, നീ നിന്റെ സ്നേഹത്തിന്റെ മടിത്തട്ടിൽ ആ കുട്ടിയെ എടുക്കണമേ. നിന്റെ സ്നേഹത്തിന്റെ വിത്ത് അവരുടെ ഹൃദയത്തിൽ നീ ഇടണമേ. നീ നിനക്ക് വേണ്ടി ആ കുട്ടിയെ വഖഫ് ചെയ്യിപ്പിക്കണമേ. നിന്റെ സേവനത്തിന് വേണ്ടി അവനെ തിരഞ്ഞെടുക്കണമേ. നിന്റെ സ്നേഹത്തിന് മാത്രം കാംക്ഷിക്കുന്നവരായി തീരട്ടെ. നിന്റെ ദർബാറിലെ യാചകയായി തീരട്ടെ. നിന്റെ കവാടത്തിൽ ചടഞ്ഞിരിക്കുന്നവളായി തീരട്ടെ. ദുന്യാവിയായ അനുഗ്രഹങ്ങൾ നീ അവൾക്ക് നൽകണമേ. അങ്ങനെ ഭൗതികരുടെ കൺമുമ്പിൽ ഒരിക്കലും ഇവൾ നിന്നെയായി തീരാതിരിക്കട്ടെ. എല്ലാവിധ ആദരവും അവർക്ക് ലഭിച്ചാൽ തന്നെയും ഒരു വ്യക്തി മഴ പെയ്യുന്ന സമയത്ത് മഴക്കാലത്ത് ഒരു റൂമിൽ നിന്നും മറ്റൊരു റൂമിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഓടി മറയുന്നത് പോലെ മാത്രം അവർക്ക് ഭൗതിക ലോകത്തോടുള്ള ബന്ധം ഉണ്ടായിത്തീരട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവരുടെ ജീവിതം മുഴുവനും ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ദുആ എല്ലാ രീതിയിലും പുലർന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവരുടെ കുട്ടികളും ഈ ദുആയുടെ അവകാശികളായി തീരട്ടെ. മാത്രമല്ല, കുടുംബത്തിലെ എല്ലാ വ്യക്തികളും, ജമാഅത്തിലെ എല്ലാ വ്യക്തികളും ഈ ദുആയുടെ അവകാശികളായി തീരട്ടെ. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തന്റെ എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഒരു ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആ ഞാൻ മനസ്സിലാക്കുന്നത് അത് വിവരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ അത് വായിക്കുകയാണ്. അള്ളാഹു എല്ലാ ജമാഅത്തങ്ങളെയും ഈ ദുആയുടെ അവകാശികളാക്കി അള്ളാഹു മാറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ കാലഘട്ടം വിജയത്തോടുകൂടി നമ്മൾ പ്രവേശിക്കുന്ന കാലഘട്ടം. നമ്മൾ അവസ്ഥ നല്ലതായി തീർന്നാൽ മാത്രമേ നമുക്ക് വിജയം കരഗതമാവുകയുള്ളൂ. ഈ ദുആ ഇപ്രകാരമാണ്: എന്റെ നാഥ, മറ്റു മക്കളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ഇവര് ഭൂമിയുടെ നായ്ക്കളായി തീരാതിരിക്കട്ടെ. ഇവര് നിന്റെ സ്വർഗത്തിന്റെ പറവകളായി മാറട്ടെ. ഇവര് ദീനിന്റെ സ്തൂപങ്ങളായി തീരട്ടെ. ബൈത്തുള്ളായുടെ സംരക്ഷകരായി തീരട്ടെ. അന്ധകാരത്തിൽ വഴി നടക്കുന്നവർക്ക് വഴികാട്ടുന്ന ആകാശത്തിന്റെ നക്ഷത്രങ്ങളായി ഇവർ മാറട്ടെ. അന്ധകാരത്തെ പിളർത്തി വിജയത്തിന്റെയും സമ്പാദ്യത്തിന്റെയും മാർഗങ്ങൾ പ്രദാനം ചെയ്യുന്ന പ്രകാശപൂർണമായിരിക്കുന്ന സൂര്യനായി ഇവർ മാറട്ടെ. ഉറങ്ങിക്കിടക്കുന്നവരെ അത് ഉണർത്തുന്നു, പിരിഞ്ഞവരെ അത് കൂട്ടിച്ചേർക്കുന്നു. ഇവര് സ്നേഹത്തിന്റെ വൃക്ഷങ്ങളായി തീരട്ടെ. ഇതിന്റെ ഫലം വിദ്വേഷവും പകയും പോലെയുള്ള കയ്പ് രസങ്ങളിൽ നിന്നും പൂർണ്ണമായും പരിശുദ്ധമായി തീരുകയും ചെയ്യട്ടെ. വഴിയോരത്ത് നിയൽ വൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട കിണറുകളായി ഇവർ മാറട്ടെ. അതിലെ വെള്ളം എല്ലാ ദാഹ പരവശരായി വരുന്നവരുടെയും ദാഹം ശമിക്കുന്നതും അതിന്റെ നിയൽ എല്ലാവിധ യാത്രക്കാർക്കും തണലേകുന്നതും ആ യാത്രക്കാർ അതിന്റെ തണലിൽ വിശ്രമിക്കുന്നതുമായി തീരട്ടെ. ഇവർ അക്രമികളെ അക്രമത്തിൽ നിന്നും തടയുന്നവരും മർദ്ദിതരുടെ സുഹൃത്തുക്കളും സ്വയം മരണം സ്വീകരിച്ചുകൊണ്ട് ലോകത്തെ ജീവിപ്പിക്കുന്നവരുമായി തീരട്ടെ.
പ്രയാസങ്ങൾ സ്വയം അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സുഖം നൽകുന്നവരായി തീരട്ടെ. അവർക്ക് പൂർണ്ണമായ ആത്മധൈര്യം ഉണ്ടായിത്തീരട്ടെ. അവരുടെ ധാർമ്മിക ഗുണങ്ങൾ നന്നായി തീരട്ടെ. മറ്റുള്ളവരെ സഹായിക്കുന്നവരായി തീരട്ടെ. അവരുടെ ഭക്ഷണത്തളിക ആർക്കും തന്നെ നിഷേധിക്കപ്പെടാതിരിക്കട്ടെ. നന്മയിൽ മുന്നേറുന്നവരായി തീരട്ടെ. അവരുടെ കൈകൾ കഴുത്തിൽ ബന്ധിതമാകാതിരിക്കട്ടെ. അതേപോലെ തന്നെ പൂർണ്ണമായും കൈയഴിച്ച് സഹായിക്കാതെ പിന്നീട് നാണിക്കേണ്ടി വരുന്ന രീതിയിൽ എല്ലാം തന്നെ കൈനീട്ടി നൽകുന്നവരും ആകാതിരിക്കട്ടെ. ഞങ്ങളുടെ വഴികാട്ടിയായ അള്ളാഹുവെ, അവർ ദീനിന്റെ മുബല്ലിഗങ്ങളായി തീരട്ടെ. ഇസ്ലാമിന്റെ പ്രചാരകരായി തീരട്ടെ. ഇവിടെ നിന്ന് നശിച്ചുപോയ ധാർമ്മിക ഗുണങ്ങളെ ജീവിപ്പിക്കുന്നവരായി തീരട്ടെ. തഖ്വയുടെ മാഞ്ഞുപോയ വഴികളെ അവർ വീണ്ടും തെളിയിക്കുന്നവരായി തീരട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ യോദ്ധാക്കളും ലമ്മ യൽഹഖു ബിഹിം എന്നുള്ള വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതിനു അനുഗുണമായി തീരുന്നവരും ഫാർസി വംശത്തിന്റെ ആ സുന്നത്തിനെ ജീവിപ്പിക്കുന്നവരും നിനക്ക് വേണ്ടി അഭിമാനം കൊള്ളുന്നവരും നിന്റെ ദീനിന് വേണ്ടി നെഞ്ചുവീർപ്പിച്ചു നിൽക്കുന്നവരും നിന്റെ പ്രവാചകൻ പരിപൂർണമായും വിലയം പ്രാപിക്കുന്നവരും പാക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരുടെ നേതാവിന്റെ ആ പൂർണ്ണമായ പ്രേമികളും പാക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പരിശുദ്ധരായ പ്രേമികളുമായി അവർ മാറട്ടെ. അവരുടെ സ്നേഹം ഒരിക്കലും തന്നെ തണുക്കാതിരിക്കട്ടെ. ഞങ്ങളുടെ നാഥ, നിന്റെ മാത്രം ദാസരായവർ തീരട്ടെ. ഭൗതികമായ രാജാക്കന്മാരുടെ മുമ്പാകെ അവരുടെ കഴുത്ത് താഴാതിരിക്കട്ടെ. നിന്റെ സവിധത്തിൽ ഏറ്റവും കൂടുതൽ തല താഴുന്നവർ അവരുടാകട്ടെ. പരിശുദ്ധ സന്താനങ്ങളെ ഉപേക്ഷിക്കുന്നവരും ലോകത്തെ മഅരിഫത്തിന്റെ മാർഗത്തിലൂടെ ചരിപ്പിക്കുന്നവരും ഒരിക്കലും ആയാത്ത നന്മയുടെ വിത്ത് വിതയ്ക്കുന്നവരും നന്മയെ ഉയർത്തുന്നവരും മോശമായവരെ ശരിയാക്കുന്നവരും മൃത ഹൃദയത്തോട് വെറുപ്പുള്ളവരും ആത്മീയ ജീവിതത്തിന്റെ ജീവൽ മാതൃകകളും അവരായി തീരട്ടെ. ജീവിച്ചിരിക്കുന്നവനും എന്നെന്നും നിലനിൽക്കുന്നവനുമായ അള്ളാഹുവെ, അവരുടെ മക്കളും മക്കളെ മക്കളും തുടർന്നുള്ള സന്താനങ്ങളും എല്ലാം തന്നെ നിന്റെ യഥാർത്ഥത്തിലുള്ള അമാനത്തായി തീരട്ടെ. ശൈത്താന് ഒരു രീതിയിലുള്ള വഞ്ചനയും ഇവരിൽ നിന്ന് ചെയ്യാൻ സാധിക്കാതിരിക്കട്ടെ. അവര് നിന്റെ സമ്പത്തായിരിക്കട്ടെ. അത് ആർക്കും തന്നെ കൊള്ളയടിക്കാൻ സാധിക്കാതിരിക്കട്ടെ. അവര് നിന്റെ നീരിന്റെ കെട്ടിടത്തിലെ ആ മൂലക്കല്ലായി തീരട്ടെ. ആർക്കും തന്നെ അതിനെ തള്ളിക്കളയാൻ സാധിക്കാതിരിക്കട്ടെ. ഊരിപ്പിടിച്ച നിന്റെ വാളുകളിൽ ഒരു വാളായി അവർ മാറട്ടെ. എല്ലാ ഷെറിനെയും വേരോടെ പിഴുതെറിയുന്നവരായി ഇവർ മാറട്ടെ. നിന്റെ ക്ഷമയുടെ കൈയായി അവർ മാറട്ടെ. പാപികളെ പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി എപ്പോഴും നീട്ടപ്പെടുന്നതാണ്. അവര് സൈതൂന്റെ ശാഖയായി തീരട്ടെ. അത് വെള്ളപ്പൊക്കം നിലച്ചുപോയി എന്ന് സുവാർത്ത നൽകുന്നതാണ്. ഹയ്യും കയ്യൂമുമായ അള്ളാഹുവെ, നിന്റെ ദാസരെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി വിളിക്കുന്ന കാഹളമായി അവർ മാറട്ടെ. നീ അവരുടേതായി തീരുകയും അവർ നിന്റേതായി തീരുകയും ചെയ്യട്ടെ. അങ്ങനെ ഈ ഒരു ഏകത്വത്തെ നോക്കിക്കൊണ്ട് ഓരോരുത്തരും തന്നെ പറയട്ടെ, മൻ തൂഷുദം തു മൻഷുദി മൻ തൻഷുദം തു ജാൻഷുദി താ കസ് നഗോയ ബഅദസിൻ മൻ ദീഗരം തു ദീഗരി. ആമീൻ സുമ്മ ആമീൻ ബബി റബ്ബതിക നസ്തഈസു യാ റബ്ബൽ ആലമീൻ. ഇതാണ് ഞാൻ പറഞ്ഞ ദുആ. ജമാഅത്തിന്റെ ഓരോ വ്യക്തിക്കും വേണ്ടി അള്ളാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു മർഹൂമയുടെ ദർജാത്തുകൾ ഉയർത്തുമാറാകട്ടെ. അവരുടെ മക്കൾക്ക് ഇവരുടെ ഉപദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ ജമാഅത്തിലെ ഭക്തനായ ഒരാളുടേതാണ്. മുകറം അബ്ദുൽ വഹാബ് അഹമ്മദ് സാഹിബ് ഷാഹിദ് മുറബി സിൽസില. അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൾ റഹ്മാൻ സാഹിബ് മർഹൂം. അബ്ദുൽ വഹാബ് സാഹിബ് സെപ്റ്റംബർ 11, 2011 1.5 മാസം രോഗിയായി കിടന്നതിന് ശേഷമാണ് വഫാത്തായത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അബ്ദുൽ വഹാബ് ഷാഹിദ് സാഹിബ് മുറബി സിൽസില സെപ്റ്റംബർ 5, 1933 ജനിച്ചത്. ജില്ല കോട്ട്ലി, കാശ്മീരിലാണ് അദ്ദേഹം ജനിച്ചത്. അവിടെയാണ് പഠനം നടത്തിയത്. 1968 അദ്ദേഹം ജാമിയ അഹമ്മദിൽ പ്രവേശിച്ചു. ഷാഹിദിൻ ഡിഗ്രി കരസ്ഥമാക്കി. പാകിസ്ഥാനിൽ 10 സ്ഥലങ്ങളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1991 മുതൽ 1999 വരെ ദഅവത്ത് ഇലല്ലാഹയുടെ കീഴിൽ വിവിധ ജില്ലകളിൽ അതിന് നേതൃത്വം വഹിക്കുകയുണ്ടായി. തൻസാനിയയിൽ മാർച്ച് 1976 മുതൽ 1979 വരെ സേവനമനുഷ്ഠിക്കുകയുണ്ടായി. പിന്നീട് 1981 മുതൽ 1986 വരെ തൻസാനിയയിലെ അമീറും മുബല്ലിഗ് ഇൻചാർജുമായി സേവനമനുഷ്ഠിച്ചു. 1999 മുതൽ ഡിസംബർ 2006 വരെ മുറബി ദാറുസിയാഫത്ത് റബുവയായി സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം ഇസ്ലാം ഇർഷാദ് ഓഫീസിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ സ്നേഹസമ്പന്നനും മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ഇടപഴകുന്ന വ്യക്തിയുമായിരുന്നു. പ്രസന്നവദനായിരുന്നു. എപ്പോഴും ഖിലാഫത്തിനോട് വളരെയധികം ഇഷ്കായിരുന്നു അദ്ദേഹത്തിന്. അതിഥി സൽക്കാരപ്രിയനും ദരിദ്രരെ സേവിക്കുന്ന വ്യക്തിയുമായിരുന്നു. ജനപ്രിയനായിരുന്നു. വിജ്ഞാന കുതുക
മുഴുകിയായിരുന്നു. അൽഫസിലും മറ്റ് പത്രങ്ങളിലും അദ്ദേഹം ലേഖനം എഴുതിയിരുന്നു. 4 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ ആദ്യകാലത്ത് ഇസ്ലാം മത പ്രചാരണം നടത്തിയ കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിന്റെ ആ കുടുംബത്തിൽ നിന്നാണ് മൗലാന മെഹബൂബ് ആലം സാഹിബ് ജനിച്ചത്. ഡൽഹിയിൽ നിന്നും ഗുജറാത്തിലേക്ക് ഹിജ്റത്ത് ചെയ്തു. ചെക് മിയാന ഡല്ലു എന്നുള്ള സ്ഥലത്ത് അവര് താമസിച്ചു. ഇവിടെ നിന്നും പഠനത്തിനായി കശ്മീരിൽ പോയി. ഗോയി എന്നുള്ള സ്ഥലത്തായിരുന്നു അവരപ്പോൾ. ഇമാം മഹദി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമനത്തെ സംബന്ധിച്ച് അവർക്ക് അറിവ് ലഭിച്ചു. അദ്ദേഹം എപ്പോഴും തന്നെ പറയാറുണ്ടായിരുന്നു, അള്ളാഹുവിൽ നിന്നും വരുന്ന ഒരു മഹാത്മാവിന്റെ കാലഘട്ടമാണിത്. മഹദി ഇമാമിക്ക് ഈ കാലഘട്ടത്തിൽ തന്നെ വരേണ്ടതായിരുന്നു. ഇതിൽ അദ്ദേഹം മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്, മസീഹും മഹദിയും വന്നിട്ടുണ്ട് എന്ന് സ്വപ്നം കാണുകയുണ്ടായി. അപ്പൊ ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹം പുറപ്പെട്ടു. മൗലാന ബുർഹാനുദ്ദീൻ സാഹിബ് ജഹലമി ആണ് അദ്ദേഹത്തിന്റെ ഉസ്താദ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. തന്റെ സ്വപ്നത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ വിവരിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഞങ്ങൾ അഹമ്മദിയത്ത് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും നിങ്ങൾ ഈ അടയാളങ്ങൾ മുഖേന അന്വേഷിക്കുക. അക്കാലത്ത് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ലാഹോറിൽ വന്നിരുന്നു. അങ്ങനെ ലാഹോറിൽ പോയി നേരിട്ട് ബൈഅത്ത് ചെയ്തു. ബൈഅത്ത് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര എതിർപ്പ് നേരിടേണ്ടി വന്നു. എന്നാൽ പല സൽപ്രകൃതക്കാരും അദ്ദേഹം മുഖേന ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്യുകയുണ്ടായി. 3ാമത്തെ ജനാസ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മുക്കറം അബ്ദുൽ ഖദീർ ഫയാസ് സാഹിബാണ്. അദ്ദേഹം മുറബി സിൽസിലയാണ്. അബ്ദുൽ ഖദീർ സാഹിബ് ചാണ്ടിയോ മുറബി സിൽസില. അദ്ദേഹത്തിന്റെ പിതാവ് ഗുലാം മുഹമ്മദ് സാഹിബ് ചാണ്ടിയോ ആണ്. അദ്ദേഹം സെപ്റ്റംബർ 8-നാണ് വഫാത്തായത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം കുട്ടികളെ സ്കൂളിൽ വിടാൻ വേണ്ടി പോവുകയായിരുന്നു. പെട്ടെന്ന് വഴിയിൽ വെച്ച് ഹാർട്ട് അറ്റാക്കായി ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അള്ളാഹുവിന്റെ വിധിയാണ് അവിടെ നടപ്പിൽ വന്നത്. അങ്ങനെ അദ്ദേഹം വഫാത്താവുകയുണ്ടായി. മെയ് 1, 1976 അദ്ദേഹം ഷാഹിദ് ഡിഗ്രി കരസ്ഥമാക്കി. അങ്ങനെ അദ്ദേഹം തന്റെ ഫീൽഡിൽ പ്രവേശിക്കുകയുണ്ടായി. പാകിസ്ഥാനിൽ ഇസ്ലാം ഇർഷാദ് മക്കാമി, വഖഫ് ജദീദ് മർക്കസിയ എന്നീ വകുപ്പുകളിൽ 14 സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിക്കാൻ സാധിച്ചു. 2 പ്രാവശ്യം പാകിസ്ഥാന് പുറത്തു പോകാൻ സാധിച്ചിട്ടുണ്ട്. തൻസാനിയയിൽ സേവനമനുഷ്ഠിക്കാൻ സാധിച്ചു. നഗർ പാർക്കറിൽ നായിബ് നാസിർ ആയി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ കറാച്ചിയിലായിരുന്നു അദ്ദേഹം നിയമിക്കപ്പെട്ടിരുന്നത്. അദ്ദേഹം നല്ല പ്രസന്നവദനും സൽസ്വഭാവിയും ഉന്നത ധാർമ്മിക ഗുണമുള്ള വ്യക്തിയുമായിരുന്നു. ഏത് ജമാഅത്തിൽ അദ്ദേഹം പോയാലും എല്ലാവരാലും അദ്ദേഹം ആകർഷിക്കപ്പെട്ടിരുന്നു. അതിസൽക്കാര പ്രിയനും സാധുക്കളെ സഹായിക്കുന്ന വ്യക്തിയുമായിരുന്നു. എല്ലാവരുമായിട്ട് ഇടപഴകി ജീവിക്കാൻ കഴിയുന്ന വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ഗുണം എടുത്തു പറയേണ്ടത് അങ്ങേയറ്റത്തെ ക്ഷമാശീലമുള്ള വ്യക്തിയായിരുന്നു. വളരെയധികം സഹിച്ചിരുന്നു ഓരോ കാര്യവും. വല്ല പ്രയാസം ആരെങ്കിലും നൽകിയാൽ തന്നെയും അവരോട് നല്ല രീതിയിലായിരുന്നു വർത്തിച്ചിരുന്നത്. ഒരിക്കലും പ്രതികാരം ചെയ്തിരുന്നില്ല. ഖിലാഫത്തെ അഹമ്മദിയയോട് വളരെയധികം സ്നേഹമായിരുന്നു. ഒരു ഇഷ്ക് തന്നെയായിരുന്നു അദ്ദേഹത്തിനും. കാലത്തിന്റെ ഖലീഫയുടെ ഓരോ കൽപ്പനക്കും തല താഴ്ത്തി കൊടുക്കുമായിരുന്നു. അത് പൂർണ്ണമായും നടപ്പിൽ വരുത്തിയിരുന്നു. പൂർണ്ണമായ അനുസരണമായിരുന്നു. അതേപോലെ തന്നെ ജമാഅത്തിലും ഈ ഇത്താഅത്തിന്റെ ആത്മാവ് നിലനിർത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന് ബന്ധമുള്ള ആളുകൾ വളരെ വിപുലമാണ്. ജനപ്രിയനും എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിരുന്നു. ഏതെല്ലാം ജമാഅത്തിനാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചത് അവരെല്ലാം തന്നെ അദ്ദേഹത്തെ വളരെ നല്ല രീതിയിലാണ് സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. സിന്ധിലെ ചാണ്ടിയോ ഗോത്രത്തിലെ ആദ്യത്തെ വഖഫെ ജിന്ദഗിയാണ് അദ്ദേഹം. അതേപോലെ തന്നെ സിന്ധിലുള്ള മുറബിമാരിൽ 3ാമത്തെ മുറബിയും കൂടിയാണ് അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവി ഉയർത്തുമാറാകട്ടെ. 4ാമത്തെ കാര്യം മുനീർ അഹമ്മദ് ഖാൻ സാഹിബിന്റേതാണ്. അബ്ദുൽ കരീം സാഹിബാണ് ഇദ്ദേഹത്തിന്റെ പിതാവ്. കറാച്ചിയിലുള്ളവരാണ്. നവംബർ 7, 76ാമത്തെ വയസ്സിൽ അദ്ദേഹം വഫാത്താവുകയുണ്ടായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അക്കി മൗലവി മുഹമ്മദ് അൻവാർ സാഹിബിന്റെ പൗത്രനും അബ്ദുൽ റഹീം നയ്യർ സാഹിബിന്റെ മകളുടെ പുത്രനുമാണ്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സഹോദര പുത്രനുമാണ്. നല്ല വിവേകമുള്ള കൂർമ്മ ബുദ്ധിയുള്ള എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം. ജൽസ സാലാനയിൽ സേവനങ്ങൾ അനുഷ്ഠിച്ചിരുന്നു. റബയിൽ നടക്കുന്ന ജൽസയിൽ വളരെയധികം സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. റബയിൽ ആദ്യം സ്ഥാപിച്ച റൊട്ടി പ്ലാന്റിൽ വളരെയധികം സേവനം ചെയ്യാനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് ലഭിച്ചു. ജൽസ സാലാന ബ്രിട്ടനിലെ ട്രാൻസ്ലേഷൻ വിഭാഗത്തിലും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സെറ്റപ്പിലും അദ്ദേഹം തന്റെ സേവനങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. കിഷ്തീനുവിനെ സംബന്ധിച്ച് പല ഗവേഷണങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും ബൈബിളും അതേപോലെ തന്നെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും വെച്ചുകൊണ്ട് അദ്ദേഹം ഗവേഷണം നടത്തി. ഒരു പുസ്തകം ഇത് സംബന്ധമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. കിഷ്തീനുവിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങൾ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല തന്റെ ദർസുൽ ഖുർആനിലും ചോദ്യോത്തര സദസ്സിലും കൽപ്പിച്ചിരുന്നു. വളരെ മുഖ്ലിസായ വ്യക്തിയും അതേപോലെ തന്നെ കൂറുള്ള വ്യക്തിയുമായിരുന്നു. സാത്വികനായിരുന്നു, മൂസിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഹദ്റത്ത്
ഖലീഫത്തുൽ മസീ റാബി റഹ്മുല്ലാ തആലയുടെ അമ്മാവന്റെ സഹോദരി ആണ്. സയ്യിദ് അബ്ദുൾ റസാഖ് സാഹിബിന്റെ മരുമകനാണ് ഇദ്ദേഹം. അല്ലാഹു തആല ഇവരുടെ ദർജാത്തുകളും ഉയർത്തുമാറാകട്ടെ, മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഈ എല്ലാ മർഹൂമീങ്ങളുടെയും നമസ്കാര ശ്രേഷ്ഠം मैं भी अदा करूंगा। ജനാസ ഗായിബ് അനുഷ്ഠിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.